പ്രീത ടീച്ചർ, നമ്മുടെ ഇന്നത്തെ വെബിനാറിലെ വിശിഷ്ട അതിഥിയും ഏറ്റവും ആദരണീയയായ ശ്രീമതി കാർത്തിക കെ അവർകൾ, IIC കൺവീനർ മിസ് ജൂബിലി ടീച്ചർ, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മിസ് അരുണ എസ് അജയൻ, മറ്റ് ബഹുമാന്യരായ അധ്യാപകരെ, അനധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, ശിവഗിരി ശ്രീനാരായണ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നൊവേഷൻ കൗൺസിലിന്റെയും ED ക്ലബിന്റെയും IEDCയുടെയും ആഭിമുഖ്യത്തിൽ ഡിസൈൻ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഇന്നൊവേഷൻ ഡിസൈൻ എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന വെബിനാർ ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിലേക്കായി IIC സ്റ്റുഡന്റ് കോർഡിനേറ്ററായ മിസ് രാജശ്രീയെ ക്ഷണിച്ചുകൊള്ളുന്നു. ജീവിതം പരിശോഭിതമാക്കണേ, ഇരുൾ മൂടുമീ ജീവിതം പരിശോഭിതമാക്കണേ, മരുഭൂവാകുമെൻ മനം മലർവാടിയായി മാറ്റണേ, വിശ്വമെങ്ങും നിറഞ്ഞിടും ശാശ്വതി ശാന്തി നായക, നിത്യമായ സത്യനായക, മുക്തിദായക ദൈവമേ, വിശ്വമെങ്ങും നിറഞ്ഞിടും ശാശ്വതി ശാന്തി നായക, നിത്യമായ സത്യനായക, മുക്തിദായക ദൈവമേ. താങ്ക് യു രാജശ്രീ. അടുത്തതായി സ്വാഗതം ആശംസിക്കുക എന്ന എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വെബിനാറിലെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഏറെ ബഹുമാന്യയായ നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KC പ്രീത മാമിനെയാണ്. ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളാൽ ടീച്ചറിന് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ കൂടിയും ടീച്ചറിന്റെ അഭാവത്തിലും ടീച്ചറിനെ ഏറെ ആദരവോടെ ബഹുമാനത്തോടെ നമ്മുടെ ഇന്നത്തെ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി ശ്രീമതി കാർത്തിക കെ അവർകൾ, ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലെ കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് ടീച്ചർ. 3rd റാങ്കോടെ MCOM കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും കരസ്ഥമാക്കുകയും നെറ്റ് ക്വാളിഫൈ ചെയ്യുകയും ജേർണലിസം ആൻഡ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ നേടുകയും അതോടൊപ്പം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കരസ്ഥമാക്കുകയും ജേർണലിസത്തിൽ ഗോൾഡ് മെഡൽ നേടുകയും ചെയ്തിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റിയിലെ MCOM ഓൺലൈൻ കോഴ്സസിന്റെ അഡ്ജന്റ് ഫാക്കൽറ്റി കൂടിയാണ്. പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബിഹേവിയറൽ ഫിനാൻസിൽ ബുക്ക് രചിക്കുകയും അതോടൊപ്പം MG യൂണിവേഴ്സിറ്റിയിൽ ബിഹേവിയറൽ ഫിനാൻസിൽ റിസർച്ച് ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഡിസൈൻ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇന്നൊവേഷൻ ഡിസൈൻ എന്ന വിഷയത്തിൽ വർക്ക്ഷോപ്പ് നയിക്കുന്നതിന് ഏറ്റവും അനുയോജ്യയായ ഒരു വ്യക്തിത്വം തന്നെയാണ് ഡോക്ടർ ശ്രീമതി കാർത്തിക കെ അവർകൾ. ടീച്ചറിനെ ഏറെ ബഹുമാനത്തോടെ ആദരവോടെ നമ്മുടെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സിനി മാം. അടുത്തതായി നമ്മുടെ ഈ വെബിനാറിലേക്ക് നമ്മുടെ IIC കൺവീനർ മിസ് ജൂബിലി SV അവർകളെയും നമ്മുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മിസ് അരുണ S അജയൻ അവർകളെയും നമ്മുടെ IIC മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ അധ്യാപകരെയും അതോടൊപ്പം ഇന്നത്തെ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഈ വെബിനാറിൽ ജോയിൻ ചെയ്തിട്ടുള്ള മറ്റ് എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും അതോടൊപ്പം സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സിനെയും ടെക്നിക്കൽ ടീം മെമ്പേഴ്സിനെയും ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുന്നതിലേക്കായി ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥിനികളെയും സ്വാഗതം ചെയ്യുന്നു. ഏറെ ആദരവോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അടുത്തതായി നമ്മുടെ ഇന്നത്തെ ഡിസൈൻ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഇന്നൊവേഷൻ ഡിസൈൻ എന്ന വിഷയത്തിൽ വർക്ക്ഷോപ്പ് നയിക്കുന്നതിലേക്കായി ശ്രീമതി കാർത്തിക കെ അവർകൾ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് NSS ഹിന്ദു കോളേജ് ചങ്ങനാശ്ശേരി, ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
Teacher, please. Okay, thank you, Simi ma'am, once again. Respected dignitaries of Sree Narayana College, Varkala, my dear friend Jubilee ma'am, then Simi ma'am, then students and dear friends. ഫസ്റ്റ് ഓഫ് ഓൾ വളരെ പ്രിവിലേജ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ്റെ അന്ന് തന്നെ എനിക്ക് ഇത്രയും റെലവെന്റ് ആയിട്ടൊരു ടോപ്പിക്കിൽ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കി തന്നതിൽ ആദ്യം തന്നെ ശ്രീനാരായണ കോളേജിലെ എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. So, first of all, moving to the topic directly, rather than moving to the topic directly, I want to make it clear that what I am expecting from this workshop and what I will be expecting from your side. ഞാൻ എന്താണ് ഇതിൽ നിന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണോ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതുപോലെ നിങ്ങളിൽ നിന്ന് ഞാൻ എന്താണോ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു കാര്യം ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് നമുക്ക് ആ സബ്ജക്റ്റിലോട്ട് കടക്കാമെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, വൈൽ മേക്കിംഗ് ഓർ വൈൽ ബീയിങ് എ പാർട്ട് ഓഫ് വെബിനാർ ഓർ വർക്ക്ഷോപ്പ്, എന്ത് പേരിട്ട് വിളിച്ചാലും എപ്പോഴും കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഐ ഫീൽ ഓൾവേസ് പ്രിവിലേജ്ഡ്. കാരണം നമ്മുടെ ഇന്നത്തെ ഈ ദിവസം തന്നെ വളരെ റെലവെന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, നേഷൻ ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ആണ് മുന്നോട്ട് വന്ന് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ പലതും നമ്മൾ പത്രത്തിൽ വായിക്കുന്നു, അല്ലെങ്കിൽ ഓൾറെഡി കുറെ ദേ വിൽ ബി ഹാവിങ് സം സോർട്ട് ഓഫ് ഐഡിയാസ്. ഇത്തിരി സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് കുറെ ഐഡിയാസ് കാണും. അവരുടെ ഐഡിയാസ് പുതുമയായിട്ട് ചിലപ്പം കോൺഫ്ലിക്റ്റ് ആവാം, ശരിയായി പോകണമെന്നില്ല. പക്ഷെ യൂത്ത് എന്ന് പറയുമ്പോൾ ഫ്രം ദ ചൈൽഡ്ഹുഡ് വി നീഡ് ടു ഗ്രൂം ദം പ്രോപ്പർലി. അങ്ങനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നേഷൻ ഡെവലപ്മെന്റ് വിൽ ബി ഹാപ്പനിങ് ഇൻ എ ഹൈ പേസ്. വളരെ ശക്തമായിട്ടും വിൽ ബി ഏബിൾ ടു ഡിക്ലെയർ ഇന്ത്യ ആസ് എ ഡെവലപ്ഡ് കൺട്രി റാദർ ദാൻ കോളിംഗ് ഇറ്റ് ആസ് എ ഡെവലപ്പിംഗ് കൺട്രി. സോ ഐ ഓൾവേസ് എക്സ്പെക്ട് ടു ഷെയർ some information which I will be knowing, or certain thoughts that I have noticed in the environment. ചില ചിന്തകൾ അത് യൂത്തുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് എപ്പോഴും താല്പര്യമാണ്. സോ നാച്ചുറലി ഫ്രം ദാറ്റ് മൈറ്റ് ബി പീപ്പിൾ വിൽ ബി ഏബിൾ ടു ഡെവലപ്പ് ദംസെൽസ്. അതിൽ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ഒരു കാര്യമായിരിക്കാം, ഈ 1 മണിക്കൂർ നമ്മൾ സംസാരിച്ചാലും ചിലപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യമായിരിക്കാം നിങ്ങൾക്കൊരു ഫയർ പോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത്. സോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടത്താൻ സാധിക്കും എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ പലപ്പോഴും വെബിനാർ അല്ലെങ്കിൽ സെമിനാർ ഓർ വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്യുന്നത്. ദെൻ ദ സെക്കൻഡ് വൺ, ദാറ്റ് ഇസ് വാട്ട് ഐ എം എക്സ്പെക്ടിങ് ഫ്രം യുവർ സൈഡ്. ഞാൻ എന്താണ് ഈ 1 മണിക്കൂർ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ററാക്ഷൻ. Interaction means don't think that I'll be asking some technical questions. ഞാൻ ഭയങ്കരമായിട്ട് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും, അങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ ഒരു ടെക് പേഴ്സൺ അല്ല, ഒരു ടെക് സാവി, അത്രത്തോളം ടെക് സാവി ഒന്നും അല്ല, ടെക്നോളജിക്കൽ ഒത്തിരി ബാക്കിംഗ് ഉള്ള ഒരു വ്യക്തി അല്ല. പ്രൊഫൈൽ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, മൈ ബാക്ക്ഗ്രൗണ്ട് ഇസ് കൊമേഴ്സ്. സോ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളൊന്നും അല്ല. ബട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് സർട്ടൻ ഡിസൈനിങ്, തിങ്കിങ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും ദീസ് തിങ്സ് ആർ കണക്റ്റഡ് വിത്ത് സംതിങ് സയൻസ് എന്നൊരു ഫീലിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ അത് മാത്രമല്ല, അല്ലാതെ സാധാരണക്കാർക്ക് കൂടി ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി വാട്ട് എവർ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഐ എം ആസ്കിങ് ടു യു, യു ക്യാൻ റെസ്പോണ്ട്. കാരണം ഈ ഒരു പ്രോഗ്രാമിന്റെ ടൈറ്റിൽ തന്നെ വർക്ക്ഷോപ്പ് എന്നാണ് തുടങ്ങുന്നത്. സോ വർക്ക്ഷോപ്പ് മീൻസ് it's not like I'll be speaking something, but you also have to interact. ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ, നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, that you can communicate. And first of all, please keep in mind that here there is no right or wrong. കാരണം ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം സബ്ജക്റ്റീവ് ആണ്. ഓക്കെ, സോ സബ്ജക്റ്റീവ് മീൻസ് വാട്ട്? ആർക്കെങ്കിലും ചാറ്റിൽ ഇടാമോ എന്താണ് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലൈക്ക് ഓഡിയോ ഓൺ ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ചാറ്റിലൊന്നും ഇടാമോ? എന്തായിരിക്കും സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? Subjective means there will be different answers from each one's point of view. ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂവിലും ഉത്തരങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ശരികളും തെറ്റുകളും കാണും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും they will be answering. Okay, so ultimately we can't say that ഇതാണ് സിറ്റുവേഷൻ. അതായത് H2O എന്ന് പറഞ്ഞാൽ വാട്ടർ എന്ന് നമുക്ക് അറിയാം. അത് it is universally accepted, which is very objective. സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റാത്തത്. കൃഷ്ണ ബ്രില്യന്റ് ആൻസർ ആണ്. എനിക്കൊന്ന് ഹിസ്റ്ററി വിഭാഗത്തിലെ കുട്ടിയാണ് അല്ലെ. എന്നിട്ട് ഷി വാസ് ഏബിൾ ടു ആൻസർ ഇറ്റ് ദാറ്റ് നമുക്ക് ഒരിക്കലും അത് യൂണിവേഴ്സലി കോമൺ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. സോ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ശരിയാണ്. സോ ഇനി അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളെ ഞാൻ ചോദിക്കുമ്പോൾ യു ജസ്റ്റ് മെൻഷൻ യുവർ പോയിന്റ് ഓഫ് വ്യൂ, ദർ ഇസ് നത്തിങ് ലൈക്ക് റൈറ്റ് ഓർ റോങ്. അപ്പൊ ഈ ഒരു എഗ്രിമെന്റിലായിരിക്കും വിൽ ബി മൂവിങ് ഫോർ അനദർ ഓർ വിൽ ബി ഇന്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ ഫോർ അനദർ 1 hour. സോ ഈ ഒരു ഫസ്റ്റ് സ്ലൈഡ്, ഐ ഹോപ്പ് ദാറ്റ് യു ക്യാൻ സീ ദ സ്ലൈഡ്. ഡിസൈൻ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഇന്നോവേഷൻ ഡിസൈൻ, ഇസ്ന്റ് ഇറ്റ്? ഇതില് ഞാൻ ഒത്തിരി വലിയ ഭംഗിയൊന്നും ഞാൻ വരുത്തിയിട്ടില്ല. ഇറ്റ് ഇസ് എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഓൺ ദാറ്റ് ഐ ഹാവ് റിട്ടൺ ബ്ലാക്ക് ലെറ്റേഴ്സ്. നിങ്ങൾക്ക് ഈ ഒരു ടൈറ്റിൽ വെച്ചിട്ട് ഏതൊക്കെ രീതിയിൽ ഈ സ്ലൈഡ് ഭംഗി വരുത്താം എന്ന് തോന്നുന്നു? വിച്ച് ഓൾ പിക്ചേഴ്സ് യു ക്യാൻ ഇൻബൈബ് ഇൻ ടു ദിസ് പെർട്ടിക്കുലർ സ്ലൈഡ്? ഏതൊക്കെ പിക്ചേഴ്സ് ഇതിനകത്ത് ഇടാം നമുക്ക്? വെൻ യു തിങ്ക് അബൌട്ട് ഡിസൈൻ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഇന്നോവേഷൻ ഡിസൈൻ, ഏതൊക്കെ പിക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഒബ്ജക്ട്സ് ഓൾസോ. ഏതെങ്കിലും ഒബ്ജക്റ്റ് ഇതിന്റെ കൂടെ വച്ചാൽ നന്നായിരിക്കും തോന്നുന്നുണ്ടോ? കുറച്ചുകൂടെ കളർഫുൾ ആക്കിയാൽ നന്നായിരിക്കും തോന്നുന്നുണ്ടോ? വാട്ട് യു ആർ തിങ്കിങ്? ക്യാൻ യു ജസ്റ്റ് മെൻഷൻ ഇറ്റ് ഇൻ ദ ചാറ്റ്? ഡിസൈൻ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇന്നോവേഷൻ ഡിസൈൻ, ഏതൊക്കെ പിക്ചേഴ്സ് ഇതിനകത്ത് നമുക്ക് വെക്കാം? ഒരു പിക്ചറും വയ്ക്കാൻ പറ്റില്ല. ദിസ് ഇസ് എ പെർഫെക്റ്റ് സ്ലൈഡ്. ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നതാണോ ഭംഗി? അങ്ങനെയാണെങ്കിൽ ലെസ് എന്ന് ഇടാം. നോ ചേഞ്ച് എന്നാണെങ്കിൽ നോ ചേഞ്ച് എന്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്യാം. Can I suggest? ഞാൻ ക്വസ്റ്റ്യൻ മാറ്റി ചോദിക്കട്ടെ. ഒരു ബൾബ് ഇതിന്റെ സൈഡിൽ വെച്ചാൽ നന്നായിരിക്കൂ? എസ് ഓർ നോ? ഈ ഒരു സ്ക്രീനില് ഈ ഒരു സ്ലൈഡിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ഞാൻ സൈഡിൽ ഒരു ബൾബിന്റെ പടം വെച്ചാൽ നന്നായിരിക്കൂ? ആ നന്ദു പറഞ്ഞു നന്നായിരിക്കും. എന്തുകൊണ്ടാണ് നന്ദു ബൾബിന് ഇത്ര ഇമ്പോർട്ടൻസ് ഈ ഒരു സ്ലൈഡില്? What you feel you can say. As I have mentioned, there is no right or wrong. Yeah, ideas. Anjana have told ideas. Ideas in എന്തെങ്കിലും സിമ്പിൾ, റൈറ്റ്? സോ ബൾബ് വയ്ക്കാം, ഐഡിയ വയ്ക്കാം, പിന്നെ ഒരു കുട്ടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് വയ്ക്കാം. ബൾബ് ഇൻഡിക്കേറ്റ്സ് ഐഡിയാസ്. ഓ, അതാണ് അഞ്ജന. ഓക്കെ അഞ്ജന. നന്ദുവും പറഞ്ഞിട്ടുണ്ട് ബൾബ് ഇൻഡിക്കേറ്റ്സ് ഐഡിയാസ്, isn't it? So it's all about what? Whether you are able to communicate certain things. എനിക്കിപ്പോ ഇവിടെ ഇപ്പൊ ഞാൻ തിങ്കിങ് അല്ലെങ്കിൽ വലിയ വലിയ വാക്കുകളൊന്നും ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ബൾബ് വെച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ലൈറ്റ്സ് ഇങ്ങനെ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണിക്കുവാണെങ്കിൽ വിത്തൗട്ട് യൂസിങ് വേർഡ്സ് യു വിൽ ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് certain things with other person, isn't it? So while you are thinking certain things, first of all in your mind, by seeing certain words, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ പിക്ചറൈസ് ചെയ്ത് വരാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. There starts the thinking capacity.
അവിടെയാണ് നമ്മുടെ എന്താ പറയാ നമ്മുടെ ചിന്ത എങ്ങോട്ടൊക്കെ പോകണം എന്നതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അതിന് കുറെ ഫാക്ടേഴ്സ് ഉണ്ടാവും, നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നില്ല. മൈറ്റ് ബി ഇൻ ദ കമ്മിങ് സ്ലൈഡ്സ് ചിലതൊക്കെ പറയുമ്പോൾ മൈറ്റ് ബി സർട്ടൻ ഫാക്ടേഴ്സ് വിൽ ബി ഡിസ്കസിങ്. ബട്ട് ഇൻ ജനറൽ വി ക്യാൻ സേ ദാറ്റ് നമ്മൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ ഭംഗി വരുത്താൻ അല്ലെങ്കിൽ മോടി പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവിടെ എന്തോ ഒരു കാര്യം ആഡ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അവിടേക്ക് എന്തുണ്ട്? there comes what? Innovation. If you are introducing something new in the economy, it is known as what? Innovation. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു സീരീസ് ഓഫ് വെബിനാർസ് പല ദിവസങ്ങളിലായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ മൈറ്റ് ബി ഇങ്ങനെയുള്ള പല ടേംസും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഐ എം നോട്ട് ഷുവർ ഈ സെയിം ഓഡിയൻസ് ആണോ ആ ഒരു വെബിനാറും അറ്റൻഡ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. But still, as you are part of ED Club, I strongly believe that you have some sort of idea regarding innovation, thinking capacity and so on. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ എഴുതി വച്ചില്ലെങ്കിലും നമുക്ക് ചില ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരും, റൈറ്റ്? അതെന്തുകൊണ്ടാണ് അത് വരുന്നത്? മെയിൻലി ഡ്യൂ ടു അവർ പാസ്റ്റ് എക്സ്പീരിയൻസ്. നമ്മൾ ഇതിനു മുമ്പ് പല കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു ബൾബ് കണ്ടിട്ടുണ്ട്, ഒരു ഐഡിയ ജനറേഷൻ പോലെ, റൈറ്റ്? അപ്പം പക്ഷേ നമ്മുടെ മുമ്പിൽ കൂടി കടന്നു പോകുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതിൽ നിന്ന് എന്തെങ്കിലും പുതിയൊരു അറിവ് നമ്മൾ നേടാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ തന്നെ ഞാൻ ചോദിച്ച് it has took some time, എന്നിട്ടാണ് you have started responding, and again I have given some sort of options, then only you have started responding. So നമ്മുടെ മടിയൊക്കെ മാറ്റി വെച്ച് നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാം. Let you be able to get some sort of knowledge in the next an hour or 45 minutes-നുള്ളിൽ some sort of knowledge that you be able to get. Okay, so kindly interact with me freely. Don't think that whether what I'm saying is right or wrong. അങ്ങനത്തെ ഒരു ചിന്തയുടെയും ആവശ്യം ഇല്ല. So whatever you have told till now is absolutely correct. ബൾബ് തന്നെയാണ് ഈ സ്ലൈഡിന് പറ്റിയ ഒരു പിക്ചർ, ബിക്കോസ് ഇറ്റ് ജനറേറ്റ്സ് ഐഡിയാസ്. നമ്മൾ തിങ്ക് ചെയ്യുന്നത് തന്നെ പുതിയ പുതിയ ചിന്തകൾ, അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ എന്താണ്? പുതിയ പുതിയ ആശയങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ്, പുതിയ ഐഡിയാസ് നമ്മുടെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ട് ആണ്. സോ ഇതിൽ 3 ടേംസ് ഉണ്ട്: ഡിസൈൻ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഇന്നോവേഷൻ design. So we'll be checking each one of them. Okay, before moving to the details of each one of these concepts, first of all we need to identify why we are talking about this particular concept for a couple of years. Concept in the sense ഈ innovation എന്ന് പറയുന്ന കാര്യം, ഓൺട്രപ്രണർ എന്ന് പറയുന്ന കാര്യം, ഇതിനൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുശേഷം വിൽ ബി മൂവിങ് ടു ഈച്ച് ഓഫ് ദ ടേംസ്. ഓക്കെ, ബിഫോർ ദാറ്റ് ജസ്റ്റ് go through this particular lines of Gandhiji. It is a very famous line or quote: strength does not come from physical capacity, it comes from an indomitable will. Indomitable means ശക്തമായിട്ടുള്ള ഒരു ഇച്ഛ എന്ന ഒരു അർത്ഥമാണ് അതിനുള്ളത്. അപ്പം എന്താണ്? നമ്മുടെ ഒരു ഫിസിക്കൽ കപ്പാസിറ്റി എന്തോ ആയിക്കോട്ടെ, വെദർ യു ആർ സിറ്റിംഗ് ഇൻ യുവർ ബെഡ്റൂം, വെദർ യു ആർ ട്രാവലിംഗ്, വെദർ യു ആർ, കാരണം ഇതിപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നിങ്ങൾ ഏത് ഫിസിക്കൽ കപ്പാസിറ്റിയിലാണ് ഇരിക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും അറ്റ്മോസ്റ്റ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇച്ഛയുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. എന്താണ് ഇവിടെ 45 മിനിറ്റ് നടക്കാൻ പോകുന്നത് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ you can listen to me and you will be able to get some sort of new information probably. Okay, so with that quote we can start. This is the main reason why we are discussing for a couple of years about entrepreneurship or innovation. എന്താണ്? 17 SDGs to transform our world. What does SDG means? SDG എന്താണ്? SDG ആ സ്ലൈഡിൽ തന്നെ ഉണ്ടത്. SDG നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? SDG ടൈപ്പിംഗ് സ്പീഡ് അത്ര ഇല്ലേ? വേഗം ടൈപ്പ് ചെയ്യൂ. വാട്ട് ഇസ് SDG? ഞാൻ ഇട്ടിരിക്കുന്ന സ്ലൈഡിൽ തന്നെ അതിന്റെ ഫുൾ ഫോം ഉണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. വാട്ട് ഡസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് മീൻസ്? ആ ടേമിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഗോൾ എന്താണെന്നറിയാം, ഡെവലപ്മെന്റ് എന്താണെന്നറിയാം, സസ്റ്റൈനബിലിറ്റി എന്താണെന്നറിയാം. അതായത് എന്നെന്നും നിലനിൽക്കുന്ന രീതിയിൽ നമ്മൾ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതായത് സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്താൽ മാത്രമേ വിൽ ബി ഏബിൾ ടു
grow ourselves in the sense finally it will be good for the nation as a whole. അപ്പം ഇതിലിപ്പോ 1 മുതൽ 17 വരെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഏത് നമ്പറിന്റെ ഭാഗമാണ് എന്നൊന്ന് ചാറ്റിൽ ഇടാമോ? നമ്മൾ ഇന്നിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സംഭവം ഉണ്ടല്ലോ, എന്താണ്? ഡിസൈൻ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഇന്നോവേഷൻ ഡിസൈൻ. Or you know that something related to entrepreneurship. ഈ കാര്യങ്ങൾ ഈ 1 മുതൽ 17 വരെ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓരോന്ന് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ 1 മുതൽ 17 വരെ ഉള്ളതില് എവിടെയാണ് എത്രാമത്തെ സ്ഥാനമാണ് അല്ലെങ്കിൽ എത്രാമത്തെ ഗോൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്? You can easily identify it from the slide. Rayu, Krishna, Nandu, Anjana, Sanika, Lakshmi, Abhishek. Yeah, Abhishek have told it has 8. 8 എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. ഇനി വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതായിട്ട് കണക്ട് ചെയ്ത്? Nine explicitly shows what industry, innovation and infrastructure. അവിടെ ഇന്നോവേഷൻ എന്ന വാക്ക് അതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് അവര്, isn't it? So 8, 9. ഇനി ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ? Sustainable cities and communities. Okay, sustainable cities and communities. So you believe that our point will comes under today's topic, right? Okay. Any other point undo? 8, 9, 11 already booked by Abhishek, Lakshmi and Nandu. Any other points? Abhishek again 17. Partnerships for the goals. Where the number idallatto, you just think and say partnerships for the goals. Okay. Ini edengilum oru numberum kuda. Okay, 12. Yeah, responsible consumption and production, isn't it? So idinathokke vanna karyangal, one economic growth, then innovation industry, then sustainability, sustainable cities, production, then partnerships for the goals. ഇതിനെല്ലാത്തിനും ഒരു പ്രത്യേക ഒരു കോമൺ ഒരു ഫീച്ചർ ഉണ്ട് ഇതിനെല്ലാത്തിനും. These things are something related to industry എന്നൊക്കെ നമുക്ക് പറയാം. Might be directly related to industry, കാരണം പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, സസ്റ്റൈനബിലിറ്റി ആയിക്കോട്ടെ, ഇൻഡസ്ട്രി, ഇന്നോവേഷൻ, ഇക്കണോമിക് ഗ്രോത്ത്, ഇതെല്ലാം പാർട്ട്ണർഷിപ്സ്, എവറിത്തിങ് ലൈക്ക് കമ്പനി കൊളാബറേഷൻ ആയിരിക്കാം, ആൾക്കാരുമായിട്ട് കൊളാബ് ചെയ്യുന്നതായിരിക്കാം. സോ ഡെഫിനറ്റ്ലി പാർട്ട്ണർഷിപ്സ് ഫോർ ദ ഗോൾസ്. അപ്പൊ ഇങ്ങനെ എല്ലാത്തിനും ഡയറക്റ്റ് ലിങ്ക് ഉണ്ട് വിത്ത് ദ ഇൻഡസ്ട്രി. So what we are trying to do is we are trying to create more production units or industries in our nation. അതിലോട്ട് കൂടുതൽ വരാം. അതിന് മുമ്പ് ബാക്കി കുറച്ച് നമ്പേഴ്സും കൂടെ അതിലുണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾ പറഞ്ഞില്ല. ബട്ട് സ്റ്റിൽ they all are connected with today's topic directly or indirectly. ഇപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പിൻ പോയിന്റ് ചെയ്തത് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള കാര്യങ്ങളാണ്. ബട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്കും it is also having a connection, but it may be having an indirect connection with the topic which today we are going to discuss. അപ്പൊ ഇതെല്ലാം നമ്മൾ പറയുന്ന എന്തിനാന്ന് പറഞ്ഞാല്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വി നീഡ് ടു ഫോസ്റ്റർ അവർ എക്സ്പോർട്ട്. നമ്മുടെ എക്സ്പോർട്ട് നമ്മൾ നന്നായിട്ട് സ്ട്രോങ് ആക്കിയാൽ മാത്രമേ വി വിൽ ബി ഏബിൾ ടു ഗെറ്റ് ഫോറിൻ റിസർവ്. നമുക്ക് ആവശ്യത്തിനുള്ള ഫോറിൻ റിസർവ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ വീട്ടിൽ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ യു വിൽ ബി ടേക്കിംഗ് ഡെറ്റ്, റൈറ്റ്? നമ്മൾ കടം വാങ്ങും. അപ്പൊ അതുപോലെ കൺട്രീസ് മേ ബി നീഡ് ടു അഡ്വാൻസ് ലോൺസ്. അവര് ലോണ് എടുക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് കടക്കും. സോ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒന്നും നമ്മുടെ വീട്ടിലെ സാഹചര്യത്തിൽ തന്നെ നമുക്കറിയാം ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ അസ്. സോ നാച്ചുറലി ഇറ്റ് ഇസ് ഓൾസോ നോട്ട് ദാറ്റ് മച്ച് ഗുഡ് ഫോർ ദ നേഷൻ. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ 17 SDGs, ഈ 17 ഗോൾസ് വിച്ച് ഹാസ് ബീൻ പ്രൊപ്പോണ്ടഡ് ബൈ യുനെസ്കോ, ഈ 17 കാര്യങ്ങൾ നമ്മൾ 2030 കൊണ്ട്, നമ്മൾ എന്നല്ല രാജ്യം 2030 കൊണ്ട്
അച്ചീവ് ചെയ്യണം എന്നതാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾ. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇതിൽ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ഓരോ കാര്യങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റൊരു പോയിന്റിൽ നമ്മുടെ രാജ്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇൻക്ലൂഡിങ് ദിസ് 13th one, climate action or clean energy, affordable energy. I believe that പല യൂണിവേഴ്സിറ്റീസിലും ഇപ്പൊ എൻവയോൺമെന്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ കുഞ്ഞു ക്ലാസ് തൊട്ടേ നമ്മൾ EVS എൻവയോൺമെന്റൽ സ്റ്റഡീസ് പഠിക്കുന്നുണ്ട്, isn't it? സോ ഇതൊക്കെ എന്തിനാണ് യങ്സ്റ്റേഴ്സിന്റെ ഉള്ളിൽ ഇൻവൈബ് ചെയ്യുന്നത്? വൈ ദേ ആർ ടീച്ചിങ് ദീസ് തിങ്സ്? കാരണം കുറെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കേട്ട് ഇറ്റ് വിൽ ബിക്കം എ ഹാബിറ്റ് ഫോർ us. You'll be automatically understanding what are the do's and don'ts, which are the things that you have to do for the country എന്നൊക്കെയുള്ള രീതിയിൽ ഒരു അവയർനെസ് കൂടി ക്രിയേറ്റ് ചെയ്ത് likewise they are slowly trying to achieve by 2030 all these sustainable development goals. So this makes our topic relevant to be discussed for today. Okay, so first ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. എന്താണ്? ഡിസൈൻ തിങ്കിങ്. നിങ്ങൾ ആദ്യം പറഞ്ഞ പോലത്തെ ബൾബ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? വിച്ച് ക്രിയേറ്റ് ഐഡിയ എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഭംഗി വരുത്തലൊക്കെ ഞാൻ ഈ സ്ലൈഡിൽ ചെയ്തിട്ടുണ്ട്. വാട്ട് ഇസ് ദാറ്റ്? ഡിസൈൻ തിങ്കിങ്. സോ ഡിസൈൻ തിങ്കിങ് ഒരു പെർട്ടിക്കുലർ കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് അതിനെ കുറിച്ചിട്ട് ഡിസൈൻ ചെയ്യണം. സീരിയസ് ആയിട്ട് അങ്ങനെ ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ ഒരു പാറ്റേൺ ഉണ്ടാക്കണം. ചില കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില പ്രോബ്ലം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യും. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ കാണുമ്പോൾ ചില ഇഷ്യൂസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് എപ്പോഴായിരിക്കും? നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ നമ്മളായിട്ട് വി ഹാവ് ടു ഡു സംതിങ് എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് ദ പോയിന്റ് വെൻ യു ഐഡന്റിഫൈ ഇറ്റ്സ് നീഡ്. നമുക്കതിന്റെ ആവശ്യകത തോന്നുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം യു ഷുഡ് ഫീൽ അറ്റാച്ച്ഡ് ടു സർട്ടൺ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഓർ ദ ചേഞ്ചസ് ദാറ്റ് ഇസ് ഹാപ്പനിങ് അറൗണ്ട് us. ഇല്ലേ, ഫാമിലിയിൽ ഒരു ഇഷ്യൂ വന്നാൽ യു വിൽ ബി ഇൻവോൾവിങ്, റൈറ്റ്? വൈ? യു നോ ദാറ്റ് ദർ ഇസ് എ നീഡ് ടു ആക്ട് ഓൺ ഇറ്റ്. സോ ഒരു റീസൺ എന്ന് പറയുന്ന നീഡാണ്. അതായത് മീൻസ് എവിടെ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം, എന്തിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഐഡന്റിഫൈ ദർ ഇസ് എ നീഡ് ടു തിങ്ക് അബൌട്ട് സർട്ടൺ തിങ്സ്. Then your interest. നീഡ്, ചില ആൾക്കാർക്ക് അത് നീഡായിരിക്കും, ചില ആൾക്കാർക്ക് അത് ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഒരു താല്പര്യമാണ്, അല്ലെ? ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ഫർദർ ആയിട്ട് വായിക്കുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്നാണെങ്കിൽ you are having some sort of interest to know further, isn't it? സോ നീഡ് ആൻഡ് ഇൻട്രസ്റ്റ്, ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വ്യക്തികൾ ഇത്തരത്തിലുള്ള ഡിസൈൻ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇന്നോവേഷൻ ഡിസൈൻ എന്ന് പറയുന്ന മേഖലയിലോട്ടൊക്കെ കടക്കാനുള്ള സാധ്യതകൾ വരിക. സോ എനിക്കൊരു ഓൺട്രപ്രണർ ആകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? അറ്റ്ലീസ്റ്റ് നീഡ് ഓർ ഇൻട്രസ്റ്റ്. സോ അക്കോർഡിംഗ് ടു ചാൾസ് ഇമേജ്, what he said that recognizing the need is the primary condition for design. In the primary condition, design the primary condition എന്ന് പറയുന്നത് first of all you understand there is a need. Okay, we know that we need to attain sustainable development goals by 2030. So definitely we have to improve ourselves to achieve that particular goal. ഇതാണ് നമ്മൾ തിയറിറ്റിക്കലി പറയുമ്പോൾ ഉള്ള സ്റ്റേജസ് ഇൻ ഡിസൈൻ തിങ്കിങ്. So idingina, I know that you prefer more practical sessions rather than theory, but still when we are talking about design thinking, namukku ee stages parayada povanayittu pattathilla. The first one is empathize. Empathize ennu parnayna endana? Empathize njan avade ezhudiyirikkunna nokkanda, adinapparam empathize, empathy എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാം കീവേഡ്സ് മാത്രമാണ്, അതിനപ്പുറമാണ് അതിന്റെ മീനിങ് കിടക്കുന്നത്. So empathize, can anyone mention it on the chat? Empathize, empathy. Fastest thinker എന്നൊക്കെ പറയുന്ന പോലെ. The ability to understand and share feelings of others. അല്ലെ? അപ്പൊ നന്ദു പറഞ്ഞ പോലെ ഹൗ ഫാർ യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ ദ ഫീലിങ്സ്. ആക്ച്വലി ഓക്കെ, ഷെയറിംഗ് വിൽ ബി കമ്മിങ് ഫ്രം അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. നമ്മൾ വേറൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കാര്യങ്ങളെ എത്രത്തോളം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് എന്ത് എംപത്തൈസ് എന്ന് പറയുന്നത്. സോ there needs a deep understanding. ഓക്കെ, അപ്പം നമുക്കൊരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രോബ്ലം നമ്മൾ അനലൈസ് ചെയ്യണം, ഐ മീൻ ഐഡന്റിഫൈ ചെയ്യണം.
ഈ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത നമ്മൾ വെറുതെ ഇങ്ങനെ ഇറങ്ങി നടന്ന ഒരു പ്രോബ്ലം ഉണ്ടോ നോക്കുന്നതല്ല. മൈറ്റ് ബി ഫ്രം ന്യൂസ് പേപ്പേഴ്സ് ഓർ ഫ്രം ദ എൻവയോൺമെന്റ്. നമ്മൾ ഡെയിലി ട്രാവൽ ചെയ്യുമ്പോൾ പലയിടത്ത് കാണുന്ന ചില കാര്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ ചില ഇഷ്യൂസ് ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്തയായിട്ട് വരാം. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് ലൈക്ക് ദാറ്റ്? അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണോ, വിത്ത് ഹൂം യു ക്യാൻ ഷെയർ ദിസ് പെർട്ടിക്കുലർ ഐഡിയ, അയാളുടെ കയ്യിൽ നിന്ന് എത്രത്തോളം ഇൻഫർമേഷൻ, അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ ഇനി വരുന്ന സ്ലൈഡ്സിൽ ചില എക്സാമ്പിൾസ് കോട്ട് ചെയ്യുന്നുണ്ട്. അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ഫോർ യു. സോ അറ്റ് ദിസ് പോയിന്റ് ജസ്റ്റ് തിങ്ക് ദാറ്റ് എംപത്തൈസ് മീൻസ് നത്തിങ് ബട്ട് യു ആർ ട്രൈയിങ് ടു അണ്ടർസ്റ്റാൻഡ് certain things from others point of view. വേറൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് കാര്യങ്ങളെ കാണാനായിട്ട് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. അങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ there is a need to define it. That is what here it is mentioned as articulate the problem. That means whatever problem is happening around us, അതിനെ നമ്മൾ you have to make it in white and black, like എന്താണ് അതിനെ ഒരു റിട്ടൺ ഫോർമാറ്റിലോട്ട് ആക്കണം. അതിനെ ജസ്റ്റ് നമ്മുടെ ഉള്ളിൽ ഐഡിയ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ എന്നല്ല, ആ ഒരു പ്രോബ്ലം വെച്ചുകൊണ്ടിരുന്നാൽ പോരാ. യു ഹാവ് ടു മേക്ക് ഇറ്റ് ഇൻ എ പ്രോപ്പർ ഫോർമാറ്റ്. അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത പ്രോബ്ലത്തിനെ നന്നായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഒരു വ്യക്തിയോട് കൃത്യമായിട്ട് പറയാനായിട്ട് നമുക്ക് സാധിക്കണം വാട്ട് ഈസ് ദ ആക്ച്വൽ പ്രോബ്ലം എന്നുള്ളത്. ദാറ്റ് ഇസ് വാട്ട് ഹിയർ ദേ മെൻഷൻ ആസ് ആർട്ടിക്കുലേറ്റ് ദ പ്രോബ്ലം. ആൻഡ് ദ തേർഡ് സ്റ്റേജ് ഇസ് ഐഡിയേറ്റ്. ഐഡിയേറ്റ് മീൻസ് ബ്രെയിൻസ്റ്റോം ടു ഇവോൾവ് എ സൊല്യൂഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം എന്താണ്, ബ്രെയിൻസ്റ്റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എല്ലാവരുടെയും ഐഡിയാസ് നമ്മൾ കളക്ട് ചെയ്യാണ്. ഈ ഒരു പ്രോബ്ലത്തിൽ എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് ഞാൻ മാത്രം ഇരുന്നല്ല ചിന്തിക്കുന്നത്. ഒത്തിരി ആൾക്കാരുടെ ഐഡിയാസ് ഐ ആം collecting, or I am grabbing, or I am asking, or I am collecting maximum information. എന്തിനാണ്? For better results. അപ്പൊ പലരുടെയും ഐഡിയാസ് വരുമ്പോഴായിരിക്കും what I will be able to design a proper thing. അപ്പൊ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോട്ടോടൈപ്പ് ആണ്. പ്രോട്ടോടൈപ്പ് മീൻസ് നമ്മുടെ ഉള്ളിൽ ഇപ്പൊ ഐഡിയ ആണ് ഇരിക്കുന്നത്, കുറെ ആൾക്കാർ പറഞ്ഞ ഐഡിയാസ് ഉണ്ട്, അതിൽ നമ്മൾ ഏറ്റവും ഫൈനൽ ആയിട്ട് ഓക്കെ ഇന്ന ഐഡിയ ഓക്കെ ആണെന്ന് മനസ്സിൽ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. ബട്ട് ആ ഐഡിയ പോരാ, യു ഹാവ് ടു മേക്ക് ഇറ്റ് ഇൻ ടു എ ടാഞ്ചിബിൾ ഫോം. ടാഞ്ചിബിൾ മീൻസ് നമുക്ക് കാണാൻ പറ്റണം, ടച്ച് ചെയ്യാൻ പറ്റണം, ഫീൽ ചെയ്യാൻ പറ്റണം. ആ ഒരു സിറ്റുവേഷൻ ടാഞ്ചിബിൾ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒബ്ജക്ട്സിനെയാണ് ടാഞ്ചിബിൾ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ നമുക്കൊരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇതൊക്കെ പോയിന്റ്സ് ഇപ്പൊ മനസ്സിൽ വെച്ചാൽ മാത്രം മതി. ഇനി again we'll be talking about with an example. Okay, so design ഐഡിയാസിനെ നമ്മൾ എന്ത് ചെയ്യും? You will be converting it into tangible objects. And finally ടെസ്റ്റിന്റെ സ്റ്റേജിൽ, ലാസ്റ്റ് സ്റ്റേജ്, അതിൽ what you will be doing is you will be collecting the feedback from the public or the users. ആരാണോ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തത് അല്ലെങ്കിൽ സർവീസ് യൂസ് ചെയ്തത് അവരുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് നമ്മൾ എടുത്തിട്ട് you will be trying to improve the design. ഓക്കെ, ഇപ്പൊ ഓൾറെഡി നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു കസ്റ്റമൈസ്ഡ് രൂപം തന്നെ ആയിരിക്കും. ബട്ട് സ്റ്റിൽ ചിലപ്പോൾ പബ്ലിക്കിന് ഇതിനെക്കാട്ടിലും വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ചിലപ്പോൾ ആവശ്യം വരും, അല്ലെങ്കിൽ അതിൽ തന്നെ ആഡ് ഓൺ ഫീച്ചേഴ്സ് വെച്ചുള്ള ചില പ്രൊഡക്ട്സ് ആവശ്യം വരും. അപ്പൊ അത്തരത്തിലുള്ള ഫീഡ്ബാക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് യു വിൽ ബി മേക്കിംഗ് ഇംപ്രൊവൈസേഷൻ ടു ദ പ്രൊഡക്റ്റ്. ഇതാണ് ജനറൽ ആയിട്ട് പറയുമ്പോൾ ഡിസൈൻ തിങ്കിങ്ങിന്റെ സ്റ്റേജസ് ആയിട്ട് വരുന്നത്. അപ്പാർട്ട് ഫ്രം ദിസ് തിയറി, നെക്സ്റ്റ് we will be just mentioning an example like what all strength you will be getting from this empathy. അതായത് എന്തൊക്കെ രീതിയിലുള്ള സ്ട്രെങ്ത് ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ത്രൂ ദ എംപത്തി, ഓർ സ്കിൽസ് യു വിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ ഫ്രം ദ എംപത്തി പ്രോസസ്. അതായത് ഫസ്റ്റ് വൺ എംപത്തൈസ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ ഒരു കുട്ടിയുടെ രീതിയിൽ നിന്ന് ചിന്തിക്കുക. ഒരു കുഞ്ഞ്, ഈ ഒരു കുട്ടിയുടെ ഫോട്ടോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ആ കുട്ടിയുടെ ഉള്ളിൽ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ചോദ്യങ്ങൾ പുറത്തോട്ട് വരിക എന്ന് പറയുന്ന ഒരു പ്രോസസ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇൻ ദ എംപത്തൈസ് എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പില് യു ആർ ഡൂയിങ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോസസ്. അപ്പൊ അതില് ഫോക്കസ് ആൻഡ് ഫ്ലെയർ എന്ന് പറയുന്ന രണ്ട് ടെർമിനോളജീസ് ഉണ്ട്. ഫോക്കസ് ആൻഡ് ഫ്ലെയർ മീൻസ് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നു, മനസ്സിലാക്കുന്നു, കുറെ പ്രോബ്ലംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ നമ്മൾ അങ്ങ് ഫോക്കസ് ചെയ്യണം. ഓക്കെ, അതൊന്ന് പിൻ പോയിന്റ് ചെയ്യണം. നമ്മളിങ്ങനെ വളരെ ജനറലൈസ് ചെയ്ത് കുറെ കാര്യങ്ങൾ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ എവിടെയും എത്താതെ പോകും. സോ യു ഹാവ് ടു പിൻ പോയിന്റ് ഓൺ സർട്ടൻ പ്രോബ്ലംസ് ഓർ കോൺസെപ്റ്റ്സ്. അതിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. ഫ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്ത് വരുമ്പോൾ പെട്ടെന്നൊരു സ്പാർക്ക് വരിക എന്നൊക്കെ പറയില്ലേ. So suddenly you got an idea.
which can be flourished into a product or a service. അതാണ് ഫ്ലെയർ എന്ന് പറയുന്നത്. സോ ദിസ് ഫോക്കസ് ടു ഫ്ലെയർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഈ ഡിസൈൻ തിങ്കിങ്ങിന്റെ പല സ്റ്റേജസിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. സോ ഇതില് നിങ്ങൾക്കൊരു പിക്ചർ കാണാം അല്ലെ, ഇതെന്താണ്? ഇത് പെൻസിൽ, പല തരത്തിലുള്ള പെൻസിൽസ് ആണ്. യൂണിക്കോണിന്റെ പെൻസിൽ, പിന്നെ പണ്ടത്തെ പെൻസിൽ പോലെ ബാക്കിൽ പുഷ് ചെയ്തിട്ട് മറ്റേ പോയിന്റ്സ് ഇങ്ങനെ കയറി വരുന്ന, മോനെ ഇങ്ങനെ കയറി വരുന്ന അങ്ങനത്തെ പെൻസില്. സോ ഒരു കുട്ടിക്ക് ഇങ്ങനെയുള്ള പെൻസിൽസ് കാണുമ്പോൾ ഇഫ് ഷീ ഓർ ഹി ഗോട്ട് അട്രാക്റ്റഡ്, വാട്ട് ഡസ് ഇറ്റ് മീൻ? നമ്മൾ ആ കുട്ടിയുടെ മനസ്സറിഞ്ഞൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ പെൻസിൽ പണ്ട് തൊട്ടേ ഉള്ളതല്ലേ എന്ന് ചോദിച്ചാൽ പണ്ട് തൊട്ടേ ഉള്ളതാണ്. പക്ഷേ അതിൽ ഏതൊക്കെ രീതിയിലുള്ള ചേഞ്ചസ് ആണ് നമ്മൾ വരുത്തി പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ട് ഈ ഒരു പെൻസിൽ നമ്മൾ മാർക്കറ്റിൽ ഇറക്കുന്നത് എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. സോ എംപത്തി ഇസ് ഇമ്പോർട്ടൻറ്റ്, ഓർ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എംപത്തൈസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് it will help us to know what the other person is thinking, what is the need of the other person, what is the interest of the other person. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് എന്താണ് ആ വ്യക്തിക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. Okay, this is just an example that I have quoted to make clear that first stage. Okay, can anyone identify this logo? ഈ ലോഗോ ആർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് ഏത് കമ്പനിയുടെ ലോഗോ ആണ് എന്നൊന്ന് ചാറ്റിൽ ഇടാമോ? പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് യു മെൻഷൻ നോ, പിന്നെ എനിക്ക് I can move forward. Otherwise, I'll be waiting for your reply. Okay, Nandu told no. 2-3 പേര് no it, I'll be moving. Joshna, Krishna. Okay, this is the logo of Airbnb. Have you heard about Airbnb? Airbnb എന്ന് കേട്ടിട്ടുണ്ടോ? Yes or no? Airbnb. Yes, Nandu കേട്ടിട്ടുണ്ട്. നന്ദുവിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആക്ച്വലി വാട്ട് ഇസ് ദാറ്റ് കമ്പനി ഇസ് വാട്ട് ദേ ആർ ഡൂയിങ് ബേസിക്കലി ഇൻ സിമ്പിൾ ടേംസ്. കീവേഡ്സ് ചാറ്റിൽ ഇട്ടാലും മതി, ഞാൻ അത് കണക്ട് ചെയ്ത് പറഞ്ഞോളാം. Airbnb. നന്ദു മാത്രമല്ല, വേറെ ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടെങ്കിൽ ചാറ്റിൽ ഇടാം. Basically, what is their business? Holiday plans. Yes, holiday plans ആയിട്ട് കണക്റ്റഡ് ആണ്. Because if you are traveling to certain places, okay, ഇപ്പൊ ഹോട്ടൽസ് ആണ് നമ്മൾ സാധാരണ ബുക്ക് ചെയ്യുക, isn't it? പക്ഷെ നമുക്ക് വീടിന്റെ അതേ സൗകര്യത്തോടു കൂടി they are giving us rented house. നമ്മൾ ഒരു വീട്ടിൽ മാസം തോറും വാടക കൊടുത്ത് വീട്ടിൽ താമസിക്കുന്ന പോലെ might be you are going to that particular place for a week or 1 or 2 days. ഒരു ദിവസം ആയാലും മതി, പക്ഷെ you are paying rent for them. അപ്പൊ നമുക്ക് അതിന്റെ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിലെ പോലെ ഒരു ചെറിയൊരു മുറിക്കകത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല, ഒരു വലിയ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് യു ആർ ഗെറ്റിംഗ്, ഇൻക്ലൂഡിങ് മൈറ്റ് ബി കിച്ചൺ ഏരിയ അല്ലെങ്കിൽ 2 ബെഡ്റൂം. ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്ന അതേ എഫക്റ്റില് യു വിൽ ബി ഗെറ്റിംഗ് ദ ഫെസിലിറ്റീസ്. സോ ഇതാണ് ദ ബേസിക് ഐഡിയ ഓഫ് Airbnb കമ്പനീസ്. ഓക്കെ, അപ്പം the activity which I am going to give you is like, നമ്മളിപ്പം കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത ഈ സ്റ്റേജസ് ഉണ്ടല്ലോ, ലൈക്ക് what empathize, define, ideate, prototype, test. ഈ 5 സ്റ്റേജസിൽ can you just try to find out Airbnbയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ how they have planned this particular project? അവരെങ്ങനെയായിരിക്കും ഈ പ്രൊജക്ട് പ്ലാൻ ചെയ്തത്? ഹോപ്പ് ദ ഐഡിയ ഓഫ് Airbnb ഈസ് ക്ലിയർ. അത് ചാറ്റിൽ ഇടാമോ? ക്ലിയർ ആണോ? ഓർ വെദർ യു നീഡ് മോർ എക്സ്പ്ലനേഷൻ ഫ്രം മൈ സൈഡ്? നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ വർക്ക് ചെയ്യണ്ട, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. നോ വറീസ് അബൌട്ട് ഇറ്റ്. പക്ഷെ വെദർ Airbnb കോൺസെപ്റ്റ് ഇസ് ക്ലിയർ ഫോർ യു ഓർ നോട്ട്? യെസ് ഓർ നോ? നന്ദു ന എന്ന് പറഞ്ഞാൽ നോ എന്നാണോ ഉദ്ദേശിച്ചത്? കൃഷ്ണ യെസ്.
നോ, ഓക്കെ. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്ത് പോവുകയാണ്. ഓക്കെ, മൈ ബി ഐ ആം ഗോയിങ് ടു എ പ്ലേസ് ലൈക്ക് നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഡൽഹി പോവാണ്. ഓക്കെ, അപ്പൊ ഡൽഹിയിൽ ഞാൻ നാച്ചുറലി നമ്മൾ ഓൺലൈൻ സൈറ്റ്സ് വഴി നമ്മൾ എന്താണ് ഹോട്ടൽസ് അവൈലബിൾ ആണോ എന്ന് നോക്കി. വി ആർ ട്രാവലിംഗ് വിത്ത് ഫാമിലി, അപ്പൊ ഹോട്ടൽസ് അവൈലബിൾ ആണോ നോക്കി. അപ്പൊ ഒരുവിധം അല്ലെ, വിൽ ബി ചെക്കിംഗ് ഓൾ ദ അമ്യൂണിറ്റീസ്, എന്തൊക്കെ ഫെസിലിറ്റീസ് അവർ തരും എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഹോട്ടൽ ബുക്ക് ചെയ്യുക. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹോട്ടൽ ബുക്കിംഗ് ഫിൽ ആയി പോയി. ഓക്കെ, ഐ ആം നോട്ട് ഏബിൾ ടു ഗെറ്റ് എ ഹോട്ടൽ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പ്രൈസിന് ഹോട്ടൽ കിട്ടുന്നില്ല. അവിടെ ദെയർ കംസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് Airbnb. കൂടാതെ എനിക്ക് ഹോട്ടലിൽ ഒരു വളരെ ഇടുങ്ങിയ ഒരു മുറിക്കകത്ത് താമസിക്കണമെന്ന് താല്പര്യമില്ല. ഒരു മുറിക്കകത്ത് അങ്ങനെ ഒരു ബെഡ് ഷെയറിംഗ് വെച്ചിട്ട് താമസിക്കണം അങ്ങനെ ഒരു താല്പര്യമില്ല. മൈറ്റ് ബി മോർ ഫാമിലി മെമ്പേഴ്സ് വിൽ ബി വിത്ത് മീ. അതായത് മൈറ്റ് ബി എൻ്റെ അമ്മ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ എൻ്റെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ കാണും. സോ വി നീഡ് മോർ ദാൻ വൺ റൂം. അപ്പൊ ഹോട്ടലാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റൂംസ് ബുക്ക് ചെയ്യണം, റൈറ്റ്? പക്ഷേ ഈ ഒരു കേസിലാണെങ്കിൽ യു ആർ ബുക്കിംഗ് ഓർ യു ആർ ടേക്കിംഗ് ഓൺ റെന്റ് എ ഹൗസ്. ഒരു വീടാണ് നിങ്ങൾ റെന്റിന് എടുക്കുന്നത്. എന്നിട്ട് അത് ഒരു ദിവസത്തേക്കാണെങ്കിലും അവർ തരും. നമ്മൾ ഒരു റെന്റൽ വാല്യൂ കൊടുത്താൽ മതി. മൈറ്റ് ബി 2500 or 3000 ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ. അവർ പറയുന്ന അനുസരിച്ച് അവിടെ അവരുടെ എല്ലാ ഫെസിലിറ്റീസും കാണും. ഇറ്റ് വിൽ ബി എ ഫേർണിഷ്ഡ് ഹൗസ്. അത് ഒരു ഇൻഡിപെൻഡന്റ് ഹൗസ് ആവണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി ദ ഫസ്റ്റ് ഫ്ലോർ ഓൾസോ. ഇപ്പൊ 2 നിലയുള്ള ഒരു ബിൽഡിങ്ങിൽ മുകളിലത്തെ ഒരു നില തന്നെ അങ്ങനെയും ആകാം. ഇറ്റ് കനോട്ട് ബി ലൈക്ക് വൺ ഇൻഡിപെൻഡന്റ് ഹൗസ്, ബട്ട് ഇറ്റ് വിൽ ബി ഹാവിംഗ് മൈറ്റ് ബി 1 or 2 bedrooms, ദെൻ വാട്ട് കിച്ചൺ, ഇങ്ങനെ എല്ലാം ഒരു വീടിന്റെ എല്ലാ ഫെസിലിറ്റീസുമോട് കൂടി നമ്മൾ റെന്റിന് എടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് Airbnb ചെയ്യുന്നത്. വെദർ നൗ ഇറ്റ് ഇസ് ക്ലിയർ? അപ്പൊ ഈ ഒരു സ്റ്റേജ് എംപത്തൈസ്, ഒന്ന് ചിന്തിച്ചേ. എംപത്തൈസ് എന്തിനെ കുറിച്ചായിരിക്കും ഇവർക്ക് എംപത്തി തോന്നിയിരിക്കുക? എംപത്തി ഇൻ ദ സെൻസ്, ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ദേ മൈറ്റ് ബി തിങ്കിങ്, എന്തായിരിക്കും അവർ ചിന്തിക്കുന്നത്? എംപത്തൈസ്, ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്. അവരെന്തിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ്? ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ലെങ്കിൽ യു ക്യാൻ പുട്ട് ഇറ്റ് ആസ് നോ. ഓക്കെ, കാരണം ഞാൻ നിങ്ങളെ നേരിട്ട് കാണാത്തതുകൊണ്ട് എനിക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ് വെച്ചിട്ട് ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല വെദർ യു ആർ catching what I am saying or not. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ യു ക്യാൻ പുട്ട് ഇറ്റ് ആസ് നോ. യു ജസ്റ്റ് ഇമാജിൻ Airbnb എന്ന കോൺസെപ്റ്റ് ഇതാണെങ്കിൽ, ഡിസൈൻ തിങ്കിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റേജ് എംപത്തൈസ് ആണെങ്കിൽ എന്തായിരിക്കും എംപത്തൈസ് സ്റ്റേജിൽ അവർ ചെയ്തിരിക്കുക? വാട്ട് ഡസ് ദ കമ്പനി മൈറ്റ് ബി thought about? ഫാസ്റ്റസ്റ്റ് ഫിംഗേഴ്സ്, ടൈപ്പിംഗ് സ്പീഡൊക്കെ വരട്ടെ. എംപത്തൈസ്, Airbnb, what kind of understanding they had with the public to start such a company? ഞാൻ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ അതുണ്ട്. I have just mentioned to feel like their home. അതായത് മൈറ്റ് ബി അത് എന്തോ ആയിരിക്കാം. ഇപ്പം അഞ്ജന ചിലപ്പം ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്തപ്പം ചിലപ്പം നമ്മുടെ പാരൻസോ അല്ലെങ്കിൽ ആരെങ്കിലും മുതിർന്ന ആൾക്കാർ ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാൻ നോക്കിയപ്പോൾ കിട്ടുന്നില്ല. നോട്ട് പ്രോപ്പർ, ദേ ആർ നോട്ട് ഗെറ്റിംഗ് പ്രോപ്പർ ഹോട്ടൽസ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഹോട്ടലിൽ കിട്ടി, അവിടെ പോയി താമസിച്ചു കഴിഞ്ഞപ്പോൾ ദേ ഫെൽറ്റ് ലൈക്ക് they didn't have good experience. They are not feeling like, they are feeling very loneliness, അല്ലെങ്കിൽ they are feeling so sad with regard to that they are far from home. ഇങ്ങനെ ഒരു ഒറ്റ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ ക്രിയേറ്റ് ചെയ്തതായിരിക്കാം എന്താണ് ഈ Airbnb എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ദാറ്റ് മീൻസ് ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഹൗ മച്ച് വി ക്യാൻ മേക്ക് ദം കംഫർട്ടബിൾ എന്ന് പറയുന്നത് എംപത്തൈസ് എന്ന് പറയുന്ന സ്റ്റേജ് ആണ്. മനസ്സിലായോ? അതായത് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലല്ല ചിന്തിക്കുന്നത്, പബ്ലിക്കിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ട്രാവലേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ചിന്തിക്കുന്നത്. രണ്ടാമത്തത് ഡിഫൈൻ, ആർട്ടിക്കുലേറ്റ് ദ പ്രോബ്ലം. എന്തായിരിക്കും ഇവിടെ ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. എന്താണ്? യു ആർ ഹാവിംഗ് ഹോം സിക്നസ്. The public may be having home sickness, travelers may be having home sickness. That is the problem. That is the empathize stage. What is a define stage? എന്താണ് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യുക? ആ കമ്പനി എന്തായിരിക്കും ഡിഫൈൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്?
There is no right or wrong, so you can feel free to communicate what they may be planning to define. If you are not getting any idea, you can just mention no. Otherwise, I feel that you are typing. I am waiting for your reply. Other facilities. Okay. അഞ്ജന പറഞ്ഞത് അതർ ഫെസിലിറ്റീസ് എന്നാണ്. അതായത് ആ പ്രോബ്ലത്തിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, യു ഹാവ് ടു മേക്ക് ഇറ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതായത് നമ്മൾ ലൈക്ക് എന്താണ് അതിനെ ഒരു പ്രിന്റഡ് രൂപത്തിലോട്ട് നമ്മൾ ആക്കുക എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ അതിനെ നമ്മളൊരു സംതിങ് ലൈക്ക് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ സച്ച് എ മാനർ, ഡിഫൈൻ ഇറ്റ് ഇൻ സച്ച് എ മാനർ. എന്താണ് ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസിന് നമ്മൾ കൊടുക്കുന്ന പേര്? സോ ദേ കോൾ ഇറ്റ് ആസ് വെക്കേഷൻ റെന്റൽസ് എന്ന് പറയുന്ന ഒരു പേരാണ് അവരതിന് കൊടുത്തിരിക്കുന്നത്. വെക്കേഷൻ റെന്റൽസ്, അതായത് വെക്കേഷൻ സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ യു ആർ സ്റ്റേയിങ് ഇൻ എ റെന്റഡ് ഹൗസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പം ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഐ എം ട്രൈങ് ടു സേ. നമ്മുടെ കയ്യിൽ എംപത്തൈസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ എന്തേ ഉണ്ടായിരുന്നുള്ളൂ? പീപ്പിൾ ആർ ഫാർ ഫ്രം ഹോം, ദേ ഹാവ് ടു ഫീൽ സം സോർട്ട് ഓഫ് അറ്റാച്ച്മെന്റ്. അതായത് ആ സ്ഥലത്തിന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കണം അവരെ, അവർക്ക് അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. സോ എംപത്തൈസിൽ നമ്മൾ അതാണ് ചെയ്തത്. ഡിഫൈനിൽ നമ്മൾ എന്ത് ചെയ്തു, എങ്ങനെയുള്ള സർവീസ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഒന്നുകൂടി നമ്മൾ യു ആർ ആർട്ടിക്കുലേറ്റിംഗ്, അതിനെ വേർഡ്സിലാക്കുകയാണ്. വേർഡ്സിൽ നമ്മൾ അതിനെ വെക്കേഷൻ റെന്റൽസ് എന്നുള്ള പേരിലാണ് അവര് അതിന് കൊടുത്തിരിക്കുന്ന ടാഗ് ലൈൻ, വെക്കേഷൻ റെന്റൽസ്. ദെൻ അഞ്ജന പറഞ്ഞ അതർ ഫെസിലിറ്റീസ്, അതെന്തിന്റെ ഭാഗമായിട്ട് വരും? ഐഡിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പിലേക്ക് വരുമ്പോൾ അതർ ഫെസിലിറ്റീസ് വരും. ഏതൊക്കെ രീതിയിൽ ആ അപ്പാർട്ട്മെന്റ് മോടി പിടിപ്പിക്കാം, എന്തൊക്കെ ഫെസിലിറ്റീസ് അതിനകത്ത് കൊടുക്കാം എന്നതൊക്കെ ഐഡിയേറ്റിന്റെയും അല്ലെങ്കിൽ ഐഡിയേറ്റിന്റെ ഭാഗമായിട്ട് പല ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും ഏതൊക്കെ രീതിയിലുള്ള ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യണം എന്നതിലേക്ക് എത്തുമ്പോൾ അതെന്തായി? ഐഡിയേറ്റ് ആയി. പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റ് ഒക്കെ കാണാനായിട്ട് പോകുമ്പോൾ അവരിങ്ങനെ ഒരു സാമ്പിൾ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു സാമ്പിൾ അപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ വയ്ക്കാറുണ്ട്. അപ്പം അത് എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? ഏത് സ്റ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യാം? പ്രോട്ടോടൈപ്പ് എന്ന സ്റ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സാമ്പിൾ അപ്പാർട്ട്മെന്റ് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് പോയൊന്ന് കാണാം, എന്താണ് അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഉള്ളത്. അത് ജസ്റ്റ് ഒരു സാമ്പിൾ ഒരു സംഭവം അവർ നമ്മളെ കാണിക്കുക. അല്ലെങ്കിൽ 360 ഡിഗ്രിയിൽ മൈ ബി വെബ്സൈറ്റ്സിൽ അവൈലബിൾ ആയിരിക്കും അവരുടെ ഒരു ഹോം ടൂർ. അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ്, നൗ സോഷ്യൽ മീഡിയ ഇസ് വെരി ആക്റ്റീവ്, ധാരാളം ട്രാവലേഴ്സ് ഉണ്ട്, അവരുടെ വീഡിയോസിൽ ദേ മേ ബി Airbnb, ആ അഡ്വർടൈസ്മെന്റ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്യാൻ ബി കൺസിഡേർഡ് ആസ് വാട്ട്? പ്രോട്ടോടൈപ്പ്. ബിക്കോസ് യു ആർ സീയിങ് സർട്ടൻ തിങ്സ് ഇൻ ടാഞ്ചിബിൾ ഒബ്ജക്റ്റ്. യു വിൽ ബി ഏബിൾ ടു ഇൻഫോം ദ അതർ പീപ്പിൾ, ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ്. ദെൻ ഫൈനലി അവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചേഞ്ചസ് പിന്നീട് വരുത്താം എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റേജ്. സോ ഫൈനലി മൂവിങ് ടു ദ Airbnb case study or activity, we can mention it as empathize എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ we are talking about the travelers with family. Define എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ you are considering it as vacation rentals. Then with regard to ideate, you are creating a name for that particular Airbnb, or അതായത് കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവ്നെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പേര് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഇന്റീരിയർ ഡിസൈൻ എത്രത്തോളം ചെയ്യണം, ഓൺലൈൻ പ്രസൻസ് എത്രത്തോളം കാണിക്കണം എന്നൊക്കെയുള്ള ഡിസിഷൻസ് ഇസ് എ പാർട്ട് ഓഫ് ഐഡിയേറ്റ്. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, നെയിം, ഇന്റീരിയർ ഡിസൈൻ ഓർ സോഷ്യൽ മീഡിയ, ഇത് പലരുടെയും ഐഡിയാസിൽ നിന്ന് വന്നതായിരിക്കും. Okay, then prototype. Prototype means, as I have mentioned, sample apartment. You can keep a welcome kit there. Then influencers in the experience ആയിരിക്കാം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിരിക്കാം. അതെല്ലാം പ്രോട്ടോടൈപ്പ് ആണ്. അതായത് വേറൊരു വ്യക്തിക്ക് ഒരു സാമ്പിൾ പോലെ നോക്കി മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. ടെസ്റ്റ് മീൻസ് ജനറേറ്റ് റെഫറൻസ്. നമ്മൾ അവിടെ താമസിച്ചു, നമ്മൾ എത്ര പേർക്ക് അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എന്നതാണ് വാട്ട് ടെസ്റ്റ്.
നാച്ചുറലി വെബ്സൈറ്റ്സിൽ ടെസ്റ്റിമോണിയൽസ് ഇടാം. ടെസ്റ്റിമോണിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആ താമസിച്ച സ്ഥലത്തിന്റെ അതിന്റെ വെബ്സൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാം. എനിക്ക് എങ്ങനെയായിരുന്നു, ഗുഡ് അറ്റ്മോസ്ഫിയർ, ബാഡ് അറ്റ്മോസ്ഫിയർ, ഗുഡ് കണ്ടീഷൻ. ഹോട്ടൽസിലും അതൊക്കെ നമ്മൾ കാണാറുണ്ട്. സോ ദീസ് ആർ ദ സ്റ്റേജസ് or these are the things that's all about what design thinking. Whether the concept of design thinking is clear for you? Yes or no? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടോ? I hope that now it makes sense. Theory മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ you won't be able to connect certain things. So likewise, you can identify certain companies and do activities, and you can finalize how they have done this process of design thinking. Next is critical thinking. Critical thinking means it's full of questions. And critical thinking എന്ന് പറയുന്നത്, isn't it? ഒരു ചിന്ത, വെറും ഒരു ചിന്തയല്ല, ആ ചിന്തയുടെ ഉള്ളിൽ ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരു വളരെ ക്രിട്ടിക്കലായിട്ട്, വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നത്. So basically, we need to answer certain questions. നമ്മൾ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെ കുറിച്ചാണെന്നറിയാമോ? Who, why, what, where, how. ഈ 5 ചോദ്യങ്ങളുടെ ഉത്തരമാണ് നമ്മൾ ഈ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും ഇതുപോലെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്. ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ മീൻസ് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ വളരെ കീൻ ആയിട്ട് ചില കാര്യങ്ങൾ നോട്ടീസ് ചെയ്യാണ്. Isn't it? That is the first stage. Analysis. You will be collecting the data, അതിനെ മനസ്സിലാക്കുന്നു, ഇന്റർപ്രിറ്റ് ചെയ്യുന്നു. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പം ഡോണ്ട് തിങ്ക് ദാറ്റ് നമ്മൾ ഡേറ്റയെ വെറുതെ ചുമ്മാ എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല ഇന്റർപ്രിട്ടേഷൻ. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പം അതിനുള്ളിൽ നമ്മൾ പുറമെ നമ്മുടെ ഒരു ബെയർ ഐ, നഗ്നമായ കണ്ണുകളിൽ കാണുന്നതല്ല, അതിനപ്പുറം എന്താണ് ആ ഡേറ്റ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്നത് ചിന്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതിനെ നമ്മൾ തിങ്ക് ഔട്ട് ഓഫ് ബോക്സ് എന്നൊക്കെ പറയും. ആ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ അപ്പുറം എന്താണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഫർ ചെയ്ത് കിട്ടുന്നത്, അതിൽ നിന്ന് എന്താണ് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അനാലിസിസിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ നിന്നുള്ള കൺക്ലൂഷൻസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, അതാണ് അടുത്ത സ്റ്റേജ്. ആ കൺക്ലൂഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഈ അനാലിസിസിന്റെ കളക്ട് ചെയ്ത ഇൻഫർമേഷന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല നമ്മൾ കൺക്ലൂഷൻസിലേക്ക് എത്തുന്നത്. പകരം you will be also considering your basic knowledge as well as past experience. നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ ഏതൊരു കാര്യത്തിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി there comes the influence of our experience. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നമ്മൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട്, ഹൗ മച്ച് എക്സ്പോഷർ യു ഹാവ് ഗോട്ട്, ഇതെല്ലാം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മൾ ചെയ്യുന്ന കൺക്ലൂഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആൻഡ് ഫോർത്ത് സ്റ്റേജ് ഇസ് കമ്മ്യൂണിക്കേഷൻ. നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിൽ തന്നെ ഇട്ട് വെറുതെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ചിന്തയായിട്ട് തന്നെ അവിടെ നിലനിൽക്കുള്ളൂ. യു നീഡ് ടു ഷെയർ ഇറ്റ് വിത്ത് certain people, and also you have to invite information from others. നമ്മൾ നമ്മുടെ ആശയം മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ അതിനെ മറ്റൊരു രീതിയിലൂടെ കാണാനുള്ള അവസരമോ അല്ലെങ്കിൽ പുതിയ പുതിയ ആശയങ്ങൾ കൂടുതൽ കുറച്ചുകൂടെ നന്നായിട്ട് റിഫൈൻ ചെയ്ത ഐഡിയാസ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരാനുള്ള സാധ്യത സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ ഐഡിയ ഷെയർ ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. അതായത് നമ്മുടെ ഐഡിയ അത് ലൈക്ക് വേറൊരാൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞ് അയാളുടെ റൈറ്റ് ആയിട്ട് അത് വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്. ബട്ട് സ്റ്റിൽ there comes the importance of collaborations. നമ്മളിങ്ങനെ ഐഡിയാസ് വെറുതെ ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല. You have to select certain people who have to be included in your organization or in your team. അവരുടെ ഇടയിൽ അത് യു ആർ വർക്കിംഗ് ആസ് എ ടീം, ഓക്കെ, എന്നിട്ടാണ് യു ആർ ഷെയറിംഗ് ആൻഡ് റിസീവിംഗ് ദ ഇൻഫർമേഷൻ. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നമ്മുടെ കോർ ആയിട്ടുള്ള ഐഡിയാസ് ചോർന്നു പോകാത്ത രീതിയിൽ. അതർവൈസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പോലെയുള്ള ഇഷ്യൂസ് വരാനുള്ള സാധ്യതയും അവിടെ ഉണ്ട്. ദെൻ പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് മോർ സൊല്യൂഷൻസ്. Then definitely you will be getting a lot of solutions to solve the problems. Okay, ഇതാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ സ്റ്റേജ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇതാണ് ഒബ്സർവേഷൻ, അനാലിസിസ്, ഇൻഫറൻസ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ്. What is the similarity between these two people? എന്താണ് ഇവർ തമ്മിലുള്ള സിമിലാരിറ്റി? ഇനി നമ്മൾ ആക്ടിവിറ്റിയിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞത് തിയറിയാണ്. ഇവർ രണ്ടുപേരും ആരാണ്?
Film actors. actors. Which language? Actors ആണ്. Similarity. Yeah, Telugu actors ആണ്. ഒന്ന് പ്രഭാസ് ആണ്, മറ്റൊന്ന് ജൂനിയർ NTR ആണ്. Isn't it? What is the similarity between these four people? എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ ഇവര് നാലുപേര് തമ്മിൽ? Can you identify? ആദ്യം നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്, സെലിബ്രിറ്റീസ്. ഓക്കെ, നന്ദു വളരെ സ്മാർട്ടാണ്. സെലിബ്രിറ്റീസ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ടു ബി വെരി സ്പെസിഫിക്, ഞാൻ എല്ലാം സ്പെസിഫൈ ചെയ്താണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ആദ്യം ആക്ടേഴ്സ് പറഞ്ഞപ്പോൾ I have asked which language. So തെലുങ്കു ആക്ടേഴ്സ് കുറച്ചുകൂടെ റിഫൈൻ ആക്കി പറഞ്ഞു. അതുപോലെ ഇവരൊക്കെ സെലിബ്രിറ്റീസ് ആണ്. Apart from that, any common factor between these four people? Fastest finger. Make it fast. If you don't have idea, you can mention no. High income generating people. Oh my God. ഇവരുടെയൊക്കെ ഇൻകം നന്ദുവിന് കൃത്യമായിട്ട് അറിയാം. ഹൈ ഇൻകം ജനറേറ്റിംഗ് പീപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ ആർ സ്മൈലിംഗ്. വാ, വണ്ടർഫുൾ. അതെനിക്ക് തോന്നുന്നു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് അല്ലെ, ഓൾ ആർ സ്മൈലിംഗ്. യാ, ദാറ്റ്സ് ഓൾസോ എ പോയിന്റ്. ഇവര് നാലു പേർക്കും, അതാണ് ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെ, ഫൈൻ. ഇവര് നാലു പേർക്കും ലംബോർഗിനി എന്ന് പറയുന്ന വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാർ ഉടമകൾ ആയിരുന്നു, ആണ്. ഓക്കെ, വിരാട് കോഹ്ലി, പ്രഭാസ്, ജൂനിയർ NTR ആൻഡ് പൃഥ്വിരാജ്. നാല് പേരും വാസ് എന്ന് പറയുന്നതായിരിക്കും ശരി. ഓക്കെ, നൗ ഓൾസോ സം ആർ ഹാവിംഗ് ലംബോർഗിനി. ഇനി ഇവർ തമ്മിലുള്ള സിമിലാരിറ്റി എന്താണ്? ഞാൻ കുറച്ചുകൂടെ ചെറുതാക്കി, കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഇവർ തമ്മിൽ എന്താണ് സിമിലാരിറ്റി? നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം ഞാനിപ്പോ ജസ്റ്റ് ആ ഒരു ക്ലൂ തന്നല്ലോ. അവര് നാല് പേര് തമ്മിലുള്ള സിമിലാരിറ്റിയുമായിട്ടൊരു ബന്ധം ഇവര് തമ്മിലുണ്ട്. കുറച്ചുകൂടി കണക്റ്റഡ് ആണ് ഇവര് രണ്ടുപേര് തമ്മിൽ. നോ? യെസ് ഓർ നോ? ഓർ വെദർ യു ആർ ടൈപ്പിംഗ്? നോ ആണെങ്കിൽ നോ അടിച്ചോളൂ. നോ. Doesn't ring a bell. That means what? Doesn't ring a bell means? അന്തു എനിക്ക് മനസ്സിലായില്ല. They both have sold their Lamborghini. Okay? ആ ന്യൂസ് നിങ്ങൾ കണ്ടില്ല? And Prithviraj has bought a new one. ന്യൂസ് കണ്ടില്ല? സോ ഇവര് ലംബോർഗിനി എന്ന് പറയുന്ന വണ്ടി വിറ്റത് എന്തുകൊണ്ടായിരിക്കും? ആ ഫസ്റ്റ് കാണുന്ന കാറാണ് പൃഥ്വിരാജിന്റെ ലംബോർഗിനി. ഹി സോൾഡ് ഇറ്റ്. അത് he sold it and he bought a new one, Royal Drive. Yeah, that's what I'm coming to say. Nandu, Royal Drive വാങ്ങിച്ചു. Okay, ഇതുവരെ everything fine? മനസ്സിലായല്ലോ? I have asked one question, is it viable? We'll come to that. Whether this much is clear for you? Yes or no? Yes. നമ്മുടെ ആക്ടിവിറ്റി വിത്ത് റിഗാർഡ് ടു ദിസ് ഇസ് who, what, where, when, why, how. These are the questions you are going to clarify in the stage of critical thinking. Who means what? ലംബോർഗിനി പോലൊരു വാഹനം ഇന്ത്യയിൽ, അല്ലെങ്കിൽ ടു ബി വെരി സ്പെസിഫിക് കേരളത്തിൽ വരുമ്പോൾ who benefits from this? Okay, does it make sense? ഞാനിത് കണക്ട് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? Who benefits from this? Then what would be a counter argument? ഇതിവിടെ ലോഞ്ച് ചെയ്യുമ്പോൾ what will be the counter argument? That means what may be the demerits of that particular vehicle for us. Where we can find similar concept. ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് ഇവിടെയല്ല, isn't it? I believe that it is an Italian luxury car. So where we can find similar concept?
Italian luxury car. Nandu വായിക്കുന്നുണ്ട്. Then when is the best time to take action? It depends. അതിപ്പോ ഈ കേസ് സ്റ്റഡി തന്നെ വേണമെന്നില്ല. ഈ വെൻ എന്ന് പറയുന്നത് ഇത് തന്നെ ആകണം എന്നില്ല, വേറെ പല ചോദ്യങ്ങളാകാം. വെദർ വെൻ ദിസ് വിൽ ബി അക്സെപ്റ്റബിൾ ഓർ അൺഅക്സെപ്റ്റബിൾ, എന്നായിരിക്കും ഇത് കേരളത്തിലെ റോഡുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക, അൺഅക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരിക. why there is a need for this today? How do we see this in the future? എന്നും ഇതിങ്ങനെ തന്നെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുമോ ഇല്ലയോ? സോ എന്താണ് ഇതിന്റെ ബുദ്ധിമുട്ട്? ഇതിന്റെ ഒരു ലോവർ പോർഷൻ, ആ കാറിന്റെ ലോവർ പോർഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വളരെ സർഫേസ് വളരെ ടച്ചിങ് ആണ് റോഡുമായിട്ട്. ബട്ട് ദ ന്യൂ വൺ ഇസ് ലൈക്ക് സം സ്പേസ് ഇസ് ദെയർ, isn't it? So this is the question, like how it is viable. ഇത് പ്രാവർത്തികമാണോ, അതല്ലെങ്കിൽ how much it is okay for our roads എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ we need the answers of these questions. അപ്പൊ ഏതൊരു പ്രൊഡക്റ്റും നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് പുതിയൊരു സ്ഥലത്ത് ലോഞ്ച് ചെയ്യുമ്പോൾ അത് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ആവാം, പക്ഷെ പുതിയൊരു സ്ഥലത്ത് ലോഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഇന്നോവേഷൻ വന്നു. അങ്ങനെ ലോഞ്ച് ചെയ്യുമ്പോൾ ഈ 6 ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾക്ക് കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് ഡോണ്ട് തിങ്ക് ദാറ്റ് ഞാൻ ഇവിടെ ഈ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഈ 6 ചോദ്യങ്ങൾ മാത്രമാണ്, ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ദീസ് ക്വസ്റ്റ്യൻസ്. അങ്ങനെ ചിന്തിക്കല്. എല്ലാത്തിനെയും തുടക്കം ഹൂ, വാട്ട്, വെയർ, വെൻ, വൈ, ഹൗ ഒക്കെ ആണെങ്കിലും അതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ആ സിറ്റുവേഷൻ അനുസരിച്ച് അത് ഏത് രീതിയിലും നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്തെടുക്കാം. ഇറ്റ് cannot be like who benefits from this, but it can also be who will be harmful after this. അങ്ങനെ ആ പല രീതിയിൽ it can be done. The problem is that this car doesn't have ground clearance and maybe the problem will be solved in future. Okay, let it happen. അപ്പൊ അതാണ്. സോ നമ്മളൊരു കാര്യത്തെ കുറിച്ച് ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ യു ഷുഡ് ബി ഏബിൾ ടു ഗീവ് ആൻസേഴ്സ് ഫോർ ദീസ് ക്വസ്റ്റ്യൻസ്. Okay, this is the process that we will be doing in critical thinking. Then innovation design. Innovation design il you can see a lady who is rolling one particular water tank. അത് വാട്ടർ ടാങ്കിനെ പിന്നീട് വേറെ രീതിയിലോട്ട് ഫോം ചെയ്തിരിക്കുകയാണ്. ഒരു ട്രാക്ടർ പോലെ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല, ബട്ട് സ്റ്റിൽ ടു സം എക്സ്റ്റെന്റ് കുറച്ച് ആ ഒരു പോർഷൻ ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിട്ട്. സോ ഡിസൈനിൽ വരുത്തിയ ഒരു ഇന്നോവേഷൻ. Innovation parayumbo we have to think about, or while talking about innovation design, we have to think about 3 things. One is innovation drives the world forward. Second is technological and cultural innovation. Third is innovation requires a catalyst, design. While moving to the first one, innovation drives the world forward. This is the last topic that we'll be discussing in this session, because innovation design. Innovation drives the world forward. മുന്നോട്ട് നമ്മുടെ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇന്നോവേഷൻ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യു ജസ്റ്റ് ചെക്ക് ദിസ് ECG മോണിറ്റർ. പണ്ട് ഹോസ്പിറ്റൽസിൽ മാത്രം അവൈലബിൾ ആയിരുന്ന ECG മോണിറ്റർ ഇപ്പൊ നമുക്ക് വീടുകളിലും ഉപയോഗിക്കാം എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അവർ ഇൻക്രീസ് ചെയ്തു. ജസ്റ്റ് ECG വേവ് ഫോംസ് മാത്രമല്ല അവിടെ കാണിക്കുന്നത്. മോർ ദാൻ ദാറ്റ് മെനി അതർ തിങ്സ് വിൽ ബി ഇൻകൾക്കേറ്റഡ് ഇൻ ദാറ്റ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കാര്യം നമ്മൾ വീട്ടിലേക്ക് നമ്മൾ ഇൻബൈബ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച് ക്യാൻ ഓൾസോ ബി കൺസിഡേർഡ് ആസ് ആൻ എക്സാമ്പിൾ. ഇൻബൈബ് ചെയ്യുമ്പോൾ, വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിരുന്ന ഒരു കാര്യം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏത് രീതിയിൽ അത് പോർട്ടബിൾ ആക്കണം, എത്രത്തോളം ചെറുതാക്കാം അത്രത്തോളം നല്ലത്, വെയിറ്റ്ലെസ് ആക്കാം അത്രത്തോളം നല്ലത്, എത്രത്തോളം ഫീച്ചേഴ്സ് അതിന് കൂട്ടണം എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് യു വിൽ ബി മേക്കിംഗ് വാട്ട് ഇന്നോവേഷൻ ഡിസൈൻ. ദെൻ ജസ്റ്റ് ചെക്ക് ദിസ് പെർട്ടിക്കുലർ ഷൂ. എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? ഇനി ചേഞ്ചസ് ഹാപ്പനിങ് ടു ദാറ്റ് ഷൂ? ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ഉണ്ടോ? ചേഞ്ച് ചെയ്യുന്നുണ്ടോ ഷൂ? അതായത് ഷൂ ഗ്രോസ്, ഇത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ക്ലോസ്ലി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. നമ്മുടെ ഈ ബക്കിൾസിന്റെ ഒക്കെ സിസ്റ്റം തന്നെയാണ്, പക്ഷെ ഇത് കുറച്ച് വലുതായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദീസ് 3 products they have introduced in rural India with regard to shoe that grows or life saving dot and hippo water roller. ഞാൻ ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്ന ഈ സോഴ്സ് ഡോക്യുമെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പിന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, യു വിൽ ബി ഗെറ്റിംഗ് എ ലിസ്റ്റ് ഓഫ് സച്ച് ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് ദാറ്റ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ റൂറൽ ഇന്ത്യ. ഇതില്
ഇതിൽ ഓരോ പോയിന്റ്സ് നിങ്ങൾ നോക്കുക. ഈ പോയിന്റ്സിൽ വരുന്ന ചേഞ്ചിന്റെ അടിസ്ഥാനത്തിലാണ് യു വിൽ ബി ഏബിൾ ടു എക്സ്പാൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ഷൂ. അപ്പം ലൈക്ക് റൂറൽ ഇന്ത്യ, യു നോ ദാറ്റ് ദേ വോണ്ട് ബി ഹാവിംഗ് മച്ച് ഇൻകം ആൻഡ് ദേ വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു പർച്ചേസ് ഷൂസ് എവറി ഇയർ. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പാൻഡബിൾ ഷൂ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ ദം. കുറച്ച് വർഷത്തേക്ക് ദേ ക്യാൻ യൂസ് ഇറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ദെൻ വിത്ത് റിഗാർഡ് ടു ലൈഫ് സേവിംഗ് ഡോട്ട്. ലൈഫ് സേവിംഗ് ഡോട്ട് എന്ന് പറയുന്നത് റൂറൽ ഇന്ത്യയിൽ പലർക്കും അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ അയഡിൻ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ബിന്ദി ഉണ്ടല്ലോ, ഈ ബിന്ദിയുടെ ബാക്കിലായിട്ട് ദേ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് അയഡിൻ, ദേ ഹാവ് കോട്ടഡ് ഇറ്റ് വിത്ത് അയഡിൻ. അതിന്റെ ആ ഒരു പാച്ച്, ആ ബിന്ദി മാറ്റുമ്പോൾ ഇറ്റ് വിൽ ബി ദേ മൈറ്റ് ബി യൂസിങ് ഇറ്റ് ഫോർ 4 or 8 hours. അപ്പൊ അത്രയും നേരം ആ പെർട്ടിക്കുലർ ബിന്ദി അവിടെ യൂസ് ചെയ്യുമ്പോൾ ദേ വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദ അയഡിൻ എന്നുള്ളതാണ് ഈ ലൈഫ് സേവിംഗ് ഡോട്ടിന്റെ കോൺസെപ്റ്റ്. ആൻഡ് വിത്ത് റിഗാർഡ് ടു ഹിപ്പോ വാട്ടർ റോള്, ഈ കുട്ടികള് ഈ റോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് വെള്ളം സംഭരിക്കുന്ന ആ ഒരു ടാങ്ക് ആണ്. അപ്പൊ അത് അവർക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ദേ ആർ റോളിങ് ഇറ്റ്. So why I have shown these 3 things is because we are talking about what innovation drives the world forward. So rural India would develop ചെയ്താൽ മാത്രമേ our whole India will be or can be called as a developed nation. So ആ ഒരു ഭാഗം റൂറൽ ഇന്ത്യ എങ്ങനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ചില ഇന്നോവേഷൻ ഡിസൈൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ടെക്നോളജിക്കൽ ആൻഡ് കൾച്ചറൽ ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് കൂടുതലും ചിലപ്പോൾ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് urban ഏരിയയിലായിരിക്കും. Have you seen this particular product or have you heard about this particular product? ID. ID. Yes or no? കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ ഏറ്റവും സുലഭമായിട്ടുള്ള തെങ്ങിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. എന്താണ് ഒന്ന്, ഈ തേങ്ങ ചെരവി കിട്ടുന്ന ഒരു അവസ്ഥ, ഗ്രേറ്റഡ് കോക്കനട്ട്, ദാറ്റ് ഇസ് വേർഡ് യു ക്യാൻ സീ ഹിയർ. ആൻഡ് ദിസ് വൺ ഇസ് ടെൻഡർ കോക്കനട്ട്, ഇളനീര്, കരിക്ക്. അപ്പം ഇതൊക്കെ ലൈക്ക് അതാ ഞാൻ പറഞ്ഞത്, ഇറ്റ് മൈറ്റ് ബി കണക്റ്റഡ് വിത്ത് അർബൻ പീപ്പിൾ. കാരണം ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇറ്റ് മൈറ്റ് ബി ടു സം എക്സ്റ്റെന്റ് എക്സ്പെൻസീവ്. ബട്ട് വാട്ട് ഹിയർ ദേ ആർ ട്രൈങ് ടു ഇന്നോവേറ്റ്. അവരെ ഡിസൈനിങ് വരുത്തിയൊരു ചേഞ്ച് കണ്ടോ? അവരൊരു പ്ലാസ്റ്റിക് ബോട്ടിലല്ല കരിക്ക് വിൽക്കാനായിട്ട് ശ്രമിച്ചത്, ബട്ട് ദേ ആർ മേക്കിംഗ് ഇറ്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഷെൽ ഇറ്റ് സെൽഫ്. സോ ലോക്കലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, അതിലെങ്ങനെ എത്രത്തോളം മാറ്റങ്ങൾ വരുത്താം എന്നത് ഇന്നോവേഷൻ ഡിസൈനിന്റെ ഭാഗമാകാം. ദെൻ have you come across these particular dishes? ഈ ഫിഷിന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് റിക്കളക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ ഡിഷ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് പാനിപൂരിയാണ്, മനസ്സിലായില്ലേ? പാനിയിലാണ് ഡിഫറൻസ്. ദിസ് ഇസ് ദ പാനി വിച്ച് ദേ ആർ യൂസിങ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പെർട്ടിക്കുലർ ഡിഷ് ഏതെങ്കിലും ന്യൂസിലോ? എന്താണ് ജോഷ്ന, നന്ദു, എന്താണ് ഇത് സംഭവം? At least can you recollect the name of the entrepreneur? I'm not sure whether he can also be considered as an entrepreneur. ആ വ്യക്തിയുടെ പേര് റിക്കളക്ട് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ ഒരു ഡിഷിന്റെ പേര് റിക്കളക്ട് ചെയ്യാൻ പറ്റുമോ? ദിസ് ഇസ് ഓൾസോ എ ലോക്കലി കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ്. കിട്ടുന്നില്ല? ഓർ whether are you typing? ഇത് ആക്ച്വലി പാനിപൂരി വിത്ത് മാംഗോ ഇൻഫ്യൂസ്ഡ് വിത്ത് ഐ തിങ്ക് ബട്ടർ മിൽക്ക്. അതായത് എന്താണ്, സംഭാരം. ഇത് സംഭാരമാണ്. നമുക്ക് സാധാരണ പാനിപൂരി കിട്ടുന്ന ആ ഒരു മിശ്രിതമല്ല ഇത്. സംഭാരത്തില് ഈ പൂരിയുടെ അകത്ത് എന്താണ് മാംഗോ ഇട്ടിട്ട് ഈ സംഭാരവും കൂടെ അതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ടേസ്റ്റ് എന്നുള്ളതാണ്. ഈ ഫിഷ്, ഈ ഒരു ഡിഷിനെ നമ്മൾ ഫിഷ് നിർവാണ എന്ന് പറയും. ഓക്കെ, ഫിഷ് നിർവാണ. ഇത് രണ്ടും ഇപ്പൊ ഞാൻ ഈ ഫിഷ് നിർവാണ എന്ന് പറഞ്ഞപ്പോഴെങ്കിലും ആരാണിത് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും.
Can anyone recollect his name? No ആണെങ്കിൽ no എന്ന് ടൈപ്പ് ചെയ്യണേ, otherwise I'll be waiting. It's Chef Pillai. Chef Pillai has introduced or started a restaurant in Ernakulam. Live Meridian എന്ന് പറയുന്ന ഹോട്ടലിൽ അവിടെ he has also started an outlet and it is named as Chef Pillai Restaurant. നമ്മുടെ യൂസഫ് അലി സാറിനെയൊക്കെ പോലെ തന്നെ ഒരു പക്ഷേ ഒരു കേരളീയത്തിന് എത്രത്തോളം എന്താണ് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടാനായിട്ട് സാധിക്കുമോ അത്രത്തോളം ഒത്തിരി പേര് അദ്ദേഹത്തിന്റെ ഡിഷസ് ടേസ്റ്റ് ചെയ്യുകയും അത്രത്തോളം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇത് ഷെഫ് പിള്ളെ. He has introduced these two types. ഇത് മാത്രമല്ല, he is having I think പുളിയിഞ്ചി ചിക്കൻ വിങ്സ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ചിക്കൻ വിങ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ന്യൂ, പക്ഷെ അതിൽ പുളിയിഞ്ചിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഇന്നോവേഷൻ ഡിസൈൻ. ഓക്കെ, third point and the last point, innovation requires a catalyst design. Third point എന്ന് ഞാൻ പറഞ്ഞത് ഇന്നോവേഷൻ ഡിസൈനിലെ third point, innovation requires a catalyst design. അപ്പൊ ഈ പറഞ്ഞ പുതിയ പുതിയ കാര്യങ്ങൾക്ക്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് എന്തുകൂടി വേണം? ഒരു ഡിസൈൻ കൂടി വേണം, isn't it? സോ ഇത് ഞാൻ നേരത്തെ ഒരു പിക്ചറിൽ ഒരു സ്ലൈഡിൽ കാണിച്ചതാണ് പെൻസിലിന്റെ കേസ്. യു ഹാവ് സ്റ്റാർട്ടഡ് ഫ്രം എന്താണ് very ancient types of lead pencil തൊട്ട് graphite pencil, then mechanical pencil വരെ നമ്മൾ കണ്ടു. So changes have been happened in the design. റബ്ബറിൽ വന്ന ചേഞ്ചസ്, ലിപ്സ്റ്റിക് റബ്ബർ വരെ വന്നു കുട്ടികളെ അട്രാക്ട് ചെയ്യാനായിട്ട്. ഇത് ആരുടെ ഷൂ ആണ്? വി ആർ കമ്മിങ് ടു ദ വി ആർ വൈൻഡിങ് അപ്പ്. ഓക്കെ, മൈറ്റ് ബി ഒരു 5 minutes കൂടെ ഒക്കെ എടുക്കുള്ളൂ. ആരുടെ ഷൂ ആണിത്? അതിന്റെ ക്ലൂ അതിന്റെ ബാക്കിലുണ്ട്, ആ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, അത് ആരുടെ ഷൂ ആണെന്നുള്ളതിന്റെ ക്ലൂ. മൈക്കിൾ ജാക്സന്റെ ഷൂ ആണ്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ഷൂ? ആക്ച്വലി ഒരു നോർമൽ വ്യക്തിക്ക് ഒരു ദേ ആർ സെയിങ് ദാറ്റ് 20 degree വരെ നമുക്ക് ചരിഞ്ഞിങ്ങനെ ഒരു സ്റ്റെപ്പ് ഇടാനായിട്ട് പറ്റിയിരുന്നില്ല, ചരിഞ്ഞൊരു പോസ്റ്ററിൽ നിൽക്കാനായിട്ട് പറ്റിയിരുന്നിരിക്കും. പക്ഷെ മൈക്കിൾ ജാക്സന്റെ ഫേമസ് സ്റ്റെപ്പ് ഉണ്ട്, ഹി ഈസ് ഡൂയിങ് 45 degree ലീൻ. 45 ഡിഗ്രിയോളം പുള്ളി ലീൻ ചെയ്തിട്ടാണ് ആ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതെന്നാണ്. അതിന് പുള്ളി കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നാച്ചുറലി എല്ലാം നോർമൽ പീപ്പിൾ ആണ്, ആൻഡ് ആസ് നന്ദു ഹാസ് ടോൾഡ് ബാലൻസിങ് ആണ്, അല്ലെങ്കിൽ പ്രാക്ടീസ് കൊണ്ട് അതൊക്കെ നേടാം. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ റിസ്ക് ഫാക്ടർ. സോ അതിന്റെ ഭാഗമായിട്ടായിരിക്കണം എന്താണ് ഷൂവിന്റെ താഴെ ഒരു നെയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ദ സീക്രട്ട് ബിഹൈൻഡ് ദ ഇല്യൂഷൻ. ഇപ്പൊ മൈക്കിൾ ജാക്സന്റെ ഡാൻസ് കാണുമ്പോൾ ഇഫ് വി ഫീൽ ദാറ്റ് 45 degree ഹി ഈസ് ലീനിങ് ടു ദ ഫ്രണ്ട്, that means in the shoe അവിടെ ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. That's why it is purposefully made for this particular dance, അല്ലെങ്കിൽ ഡാൻസ് ആ ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഷൂ ആണ് അത്. ഈവൻ ദാറ്റ് ഷൂ ഇസ് പേറ്റന്റഡ്. ആ ഷൂ പേറ്റന്റ് ചെയ്തിരിക്കുകയാണ്. വേറൊരാൾക്ക് അത് റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മൈറ്റ് ബി സം എമൗണ്ട് ഹാസ് ടു ബി പെയ്ഡ് ടു ദ കൺസേൺ പീപ്പിൾ എന്നുള്ളതാണ്. അപ്പം ആ ഒരു പെർട്ടിക്കുലർ കാര്യം നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ അവിടെ ഒരു ഇന്നോവേഷൻ ഉണ്ട്, അവിടെ ഒരു ഡിസൈനിങ് നടന്നിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ഈവൻ ഹ്യൂമൻ അനാറ്റമി വരെ പഠിച്ചിട്ട് വേണം ആ കാര്യം ചെയ്യാനായിട്ട്. കാരണം ഏതൊരു പെർട്ടിക്കുലർ പോയിന്റ് വരെ കാരണം ലീൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സ്പൈനൽ ഇറക്റ്റ് ആക്കി വെച്ചിട്ടാണ് ലീൻ ചെയ്യുന്നത്, അല്ലാതെ ചുരുങ്ങി ഇങ്ങനെ കൂടി നിന്നൊന്നും അല്ല ലീൻ ചെയ്യുന്നത്. സ്പൈനൽ ഇസ് ഇറക്റ്റ് ഓർ സ്ട്രെയിറ്റ്, അങ്ങനെയാണ് ലീൻ ചെയ്യുന്നത്. സോ അത് എവിടെ ഫിക്സ് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആ ഷൂവിന്റെ എവിടെ വേണം ആ ബാലൻസിങ് നടക്കാൻ എന്നൊക്കെ നമ്മൾ പഠനം നടത്തിയിട്ടായിരിക്കണം എന്താണ് അന്ന് അവർ ആ ഷൂ ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ദ ഷൂ ഇസ് പേറ്റന്റഡ്. ഇത് കേരളമാണോ? നൗ ഐ ആം മൂവിങ് ടു ഓൾമോസ്റ്റ് ദ കൺക്ലൂഷൻ പാർട്ട്. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? യെസ് ഓർ നോ? Do you find any similarity with regard to any of the buildings? ഏതെങ്കിലും ബിൽഡിങ്ങിന് എവിടെയെങ്കിലും കണ്ട ഏതെങ്കിലും ഒരു ബിൽഡിങ്ങുമായിട്ട് സാദൃശ്യം ഫീൽ ചെയ്യുന്നുണ്ടോ? നോ ആണെങ്കിൽ നോ ടൈപ്പ് ചെയ്യാം. കൊച്ചിയാണോ? കൊച്ചിയല്ല.
കേരളത്തിലാണ് അല്ലേ? കേരളമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ ചോദിച്ചത് കൊണ്ടായിരിക്കാം. നാച്ചുറലി ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ, ഈ ബാക്ക്ഗ്രൗണ്ടിലെ ലാൻഡ്സ്കേപ്പ് ഒക്കെ കാണുമ്പോൾ കേരളത്തിന്റെ ഒരു, അതെ കേരളമാണ്, കൊച്ചിയല്ല. ഇത് പാലയാണ്, കോട്ടയം ജില്ലയിലെ പാല. പാലയില് യു മൈറ്റ് ഹാവ് ഹേർഡ്, ന്യൂസിലൊക്കെ വന്നതാണ്, എന്താണ് പാലാസ് ലണ്ടൻ ബ്രിഡ്ജ്. ഈ ലണ്ടൻ ബ്രിഡ്ജിനെ റിസംപിൾ ചെയ്യുന്ന രീതിയിലാണ് പാലയിലെ ടൂറിസത്തിൽ അവരവിടെ ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ദിസ് പെർട്ടിക്കുലർ പിരമിഡ്, ദിസ് ഇസ് എ ഫേമസ് മ്യൂസിയം ഇൻ പാരീസ്, ഫ്രാൻസിലെ പാരീസ്. അതിനെ നമ്മൾ ലൂവ്ർ എന്നൊക്കെ പറയും. LOUVRE ആണ് ലൂവ. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ഗ്ലാസ് പിരമിഡിനെ റിസംപിൾ ചെയ്യുന്ന രീതിയിലാണ് ദേ ഹാവ് ക്രിയേറ്റഡ് ദിസ് പെർട്ടിക്കുലർ പിരമിഡ്. ക്യാൻ യു സീ ദിസ്? ഞാൻ എൻ്റെ കഴ്സർ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അവിടെ. ഈ ഗ്ലാസ് പിരമിഡ് ആ ഒരു പെർട്ടിക്കുലർ പാരീസിലെ പിരമിഡിന്റെ അടിസ്ഥാനത്തിലും ഈ ഒരു ബ്രിഡ്ജ് ലണ്ടൻ ബ്രിഡ്ജിന്റെ ഒരു റിപ്ലിക്ക പോലെ ക്രിയേറ്റ് ചെയ്തതുമാണ്. So this is a design, but it has become innovative when it has been introduced in Kerala tourism. Fine. So അത് എത്രത്തോളം ഗുണം ചെയ്തു എന്നൊക്കെ ഉള്ളത് it is another question. But likewise also you can do certain innovations in design. Whether this is in India, ഇത് ഇന്ത്യ ആണോ? ഇത് ഇന്ത്യയിൽ ഒരു സ്ഥലമായിട്ട് തോന്നുന്നുണ്ടോ? Or whether it is a foreign country? Yes or no? Yes or no in the sense, അറിയില്ലെങ്കിൽ നോ. ഇത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ വരാൻ പോകുന്ന ഡാർജിലിംഗ് അല്ല നന്ദു, ഇത് ചെനാബ് റിവറിന്റെ മുകളിൽ വരുന്ന ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ബ്രിഡ്ജ് ആയിട്ടാണ് ഇതിനി വരാനായിട്ട് പോകുന്നത്. ഞാൻ ഈ പിക്ചർ മാറ്റിയത്, ഈ ഫോഗ് ഒക്കെ വന്ന് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ സീൻ ആണ്. ലൈക്ക് വിൽ ബി ഫീലിംഗ് ലൈക്ക് ഇൻ സം ഫോറിൻ കൺട്രി. ബട്ട് ഇത് കാണുമ്പോഴും ഫോറിൻ കൺട്രിയുടെ ഒരു ലുക്ക് ഉണ്ട്. ബട്ട് സ്റ്റിൽ ആ ഫോഗ് മാറി യു ക്യാൻ സീ ദ ചെനാബ് റിവർ, ലൈക്ക് ഇറ്റ്സ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. അപ്പം അവിടെ വരാൻ പോകുന്ന ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ്. ഇങ്ങനെയും ഇന്നോവേഷൻസ് വി ക്യാൻ പ്ലാൻ. നമ്മൾ കണ്ടിട്ടില്ലേ, വലിയ റോക്ക് അതെല്ലാം തുറന്ന് അവിടെ ഒരു പാസേജ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു റിവർ വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിവറിന്റെ അവിടെയും ഒരു പെർട്ടിക്കുലർ റെയിൽവേ ബ്രിഡ്ജോ അല്ലാതെയുള്ള വാക്ക് വേ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ ദിസ് ഈസ് ഓൾസോ ടു ഗെറ്റ് ദിസ് ന്യൂസ് ഓൾസോ യു ക്യാൻ ജസ്റ്റ് സെർച്ച്, യു വിൽ ബി ഗെറ്റിംഗ് ദിസ് പെർട്ടിക്കുലർ ന്യൂസ്. ചെനാബ് റിവർ റെയിൽവേ ബ്രിഡ്ജ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ന്യൂസ്. ഐ ഹാവ് ഗിവൺ ദ സോഴ്സ് ഓൾസോ ഹിയർ ഫ്രം വെയർ ഐ ഗോട്ട് ദിസ് പിക്ചേഴ്സ്. Likewise, a lot of innovations are happening in our country. So finally, just remember, you should have knowledge-driven thoughts. നമ്മുടെ ചിന്തകൾ എപ്പോഴും നോളജ് ഡ്രിവൺ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ആ അറിവിന്റെ പുറത്ത്, അറിവില്ലെങ്കിൽ അത് സമ്പാദിക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ നിന്ന് ചിന്തകൾ ഉയരണം. So that is what we call it as think out of box. Okay, then open-mindedness. സെൻസോറിയസ് തോട്ട്സ് എന്നൊക്കെ പറയും. സെൻസോറിയസ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ക്രിട്ടിക്കൽ തോട്ട്സ് ആണ്. അതായത് എത്രത്തോളം ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഫോൾട്ട് കണ്ടെത്താം. അങ്ങനെ യു ഹാവ് ടു തിങ്ക്. ഡോണ്ട് തിങ്ക് ദാറ്റ് വാട്ട് എവർ ഐ എം ഡിസൈഡിങ് ഇറ്റ് ഈസ് കറക്റ്റ്. സോ ക്ലോസ് മൈൻഡഡ് ആവരുത്. യു ഹാവ് ടു ബി ഓപ്പൺ മൈൻഡഡ്. ആൻഡ് ഫൈനലി കമ്പാഷനേറ്റ്. അവോയ്ഡ് ഈഗോസെൻട്രിസം. ഈഗോസെൻട്രിസം എന്ന് വെച്ചാൽ ഞാൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഞാൻ പറയുന്നതാണ് ശരി, അതിന് വേറൊരു എന്താണ് തലമില്ല, അതിൽ വേറെ ആരും എന്ത് പറഞ്ഞാലും ഐ എം നോട്ട് റെഡി ടു അക്സെപ്റ്റ്. അങ്ങനെ ആവരുത്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ഫോർ അക്സെപ്റ്റൻസ്. ഈ 3 കാര്യങ്ങൾ, ഈ 3 ക്വാളിറ്റീസ് നമുക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു ബിക്കം ഗുഡ് ഓൺടർപ്രണേഴ്സ്, ഓർ യു വിൽ ബി ഹാവിംഗ് ദ ക്വാളിറ്റീസ് ഓഫ് ഡിസൈൻ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഇന്നോവേഷൻ ഡിസൈൻ. Finally, I would like to quote the wordings of Steve Jobs, who is CEO of Apple. Design is not just what it, not CEO, sorry, co-founder of Apple. Unfortunately, now he is not with us. Design is not just what it looks like and feels like, but design is how it works. Ee picture ninge പറയാൻ പറ്റുന്നുണ്ടോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഇൻ ദ താങ്ക് യു സ്ലൈഡ്. ക്യാൻ യു റിക്കലക്ട് ദിസ് പെർട്ടിക്കുലർ പിക്ചർ? ഇത് എവിടെയാണ്? ആ ഡിസൈന് കാര്യങ്ങളൊക്കെ രണ്ട് തരത്തിലാണ് ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് കംപ്ലീറ്റഡ് ആണ്, ഒന്ന് അത്ര കംപ്ലീറ്റഡ് അല്ല. ഒന്നിൽ വലിയ കവാടമൊക്കെ ഉണ്ട്, വളരെ ഭംഗി മോടി പിടിപ്പിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഡിസൈൻ, ബട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് ഡിസൈൻ ഇൻ ദ സെൻസ് ഹൗ ഇറ്റ് ലുക്ക് ഓർ ഫീൽ, ബട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ ഇറ്റ് വർക്ക്സ്.
ഇത് എവിടെയാണ് ഈ പിക്ചർ എന്താ, ഏത് സ്ഥലം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വൺ. ഇത് തൃശ്ശൂർ പാലക്കാട് റൂട്ടിലെ കുതിരാൻ എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ പാസേജ് ആണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ദിസ് മച്ച് ടൈം വിത്ത് മീ to know about certain things on design thinking, critical thinking and innovation design. I do believe that out of this particular session you will be getting some sort of ideas regarding how to think certain concepts, and to some extent you might have originated. Thank you so much for listening. Thank you. Thank you, ma'am. വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള, വളരെ മാമിന്റെ ഓരോ വാക്കുകളും വളരെ ക്ലിയർ ആയിരുന്നു. വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ഞങ്ങളുടെ കുട്ടികൾക്കെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു. അപ്പൊ നമ്മുടെ പാർട്ടിസിപ്പൻസിന് മാമിനോട് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാമിനോട് ചോദിക്കാവുന്നതാണ്. Thank you, Nandu. Thank you, Drishya. Thank you, Abhishek. Any doubts? Thank you, Anjana. I'm happy that you have interacted. കാരണം ആ ഒരു ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും അത് കൂടുതൽ പറയാനായിട്ട് ഉള്ളൊരു ഊർജം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്ററാക്ഷൻ ആയിരുന്നു. If you have any doubts, you can ask. ആരുമില്ല എന്ന് കരുതുന്നു. അപ്പൊ നമ്മളോട് സസ്റ്റൈൻ ടീച്ചർ പറഞ്ഞോളൂ. കാർത്തിക ടീച്ചറെ, പിന്നെ എന്താണ് നമ്മുടെ കുട്ടികളോട് ഇത്രയധികം ക്ലിയർ ആയിട്ട്, ശരിക്കും ഈ ഒരു ടോപ്പിക്ക് ടീച്ചർ വളരെ ഗഹനമായി തന്നെ അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചു. ശരിക്കും ഇതിനകത്തുണ്ടായിരുന്ന ഒരുപാട് പേർക്ക് പല രീതിയിൽ അതിനെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു സെഷൻ ആയിരുന്നു. വളരെ നല്ല രീതിയിൽ ഇത് നമുക്ക് എടുത്തു തന്നു. ബീൻഡി coordinator of IIC, I am very much grateful to you. And എന്താണ് ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ടീച്ചർ എഗ്രി ആയിരുന്നു, തീർച്ചയായിട്ടും ഇവിടെ വരാം, ഇത് എടുക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളിന്റെ നേരിട്ട് ഓഫ്ലൈൻ സെഷൻസിൽ കോളേജിൽ കാണാം, മീറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അതിനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് IICയുടെ ഭാഗത്തു നിന്നുള്ള ലോട്ട്സ് ഓഫ് താങ്ക്സ്. ഓക്കെ, താങ്ക് യു. Thank you Jubilee ma'am for your wonderful words. Jubilee മിസ്സിന് സ്പെഷ്യൽ ആയിട്ട് താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ താങ്ക്സ് എ ലോട്ട്. തീർച്ചയായിട്ടും ഇല്ല. അപ്പൊ നമ്മോട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഡിസൈൻ തിങ്കിങ്ങിന്റെ ഡിഫറെന്റ് സ്റ്റേജസിനെ കുറിച്ചും ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ കുറിച്ചും ഇന്നൊവേഷൻ ഡിസൈനിനെ കുറിച്ചും ആ ഒരു ടെക്നോളജിക്കൽ ആൻഡ് കൾച്ചറൽ ഇന്നൊവേഷൻസിനെ കുറിച്ചും ഒക്കെ നമ്മോട് സംവദിച്ച് ടീച്ചറിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഔപചാരികമായിട്ട് ഈ ഒരു വെബിനാറിന് നന്ദി അറിയിക്കുന്നതിലേക്കായി ജോഷ്നയെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ജോഷ്ന പ്ലീസ്. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നന്ദി അറിയിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി നന്ദി അറിയിക്കുന്നത് നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ആയ ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലെ കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ശ്രീമതി ഡോക്ടർ കാർത്തിക മാമിനാണ്. വളരെ മികച്ച രീതിയിൽ നമുക്കായി ക്ലാസ് എടുത്തു തന്ന മാമിന് ശിവഗിരി ശ്രീനാരായണ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്നൊവേഷൻ കൗൺസിലിന്റെയും ED ക്ലബിന്റെയും IEDCയുടെയും എന്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി IIC പ്രസിഡന്റും ശിവഗിരി ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പാളുമായ KC പ്രീത ടീച്ചറിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്നൊവേഷൻ കൗൺസിലിന്റെയും ED ക്ലബിന്റെയും IEDCയുടെയും എന്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കുന്നത് IICയുടെ കൺവീനർ മിസ് ജൂബിലി ടീച്ചറിനും IICയിലെ പ്രോഗ്രാം കോർഡിനേറ്ററായ ഡോക്ടർ സിമി മാമിനും IICയിലെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായ അരുണ S അജയൻ മാമിനും എന്റെ പേരിലും കോളേജിന്റെ പേരിലും IICയുടെ പേരിലും IEDCയുടെ പേരിലും ED ക്ലബിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കുന്നത് ഇന്നത്തെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാ SNCയിലെ അധ്യാപകർക്കും IIC മെമ്പേഴ്സിനും
പ്രെയർ സോങ് പാടിയ രാജശ്രീക്കും IIC-യുടെ സ്റ്റുഡൻസ് കോർഡിനേറ്റേഴ്സിനും ടെക്നിക്കൽ ടീം മെമ്പേഴ്സിനും എൻ്റെ പേരിലും കോളേജിന്റെ പേരിലും IIC-യുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും ശിവഗിരി ശ്രീനാരായണ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്നോവേഷൻ കൗൺസിലിന്റെയും ED ക്ലബിന്റെയും IEDC-യുടെയും എൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ് ജോഷ്ന. താങ്ക് യു ഓൾ. Yeah, thank you.